നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ദൈവത്തിനറിയാം. മനസ്സ് കാണുന്നൊരു ദൈവമുണ്ട്. അതിനകത്ത് ചതി ഉണ്ടേൽ ദൈവത്തിനതറിയും. ഒരു തെറ്റും ചെയ്യാത്ത ഒരാൾ, അത് അയൽവാസി ആയിക്കോട്ടെ, പ്രാർത്ഥനക്കാരനാകട്ടെ, പള്ളിയിലച്ഛനായിക്കൊള്ളട്ടെ, രാഷ്ട്രീയക്കാരനാകട്ടെ, ഭിക്ഷക്കാരനാകട്ടെ, ഒന്നുമല്ലാത്ത ഒരാളാകട്ടെ, മറ്റു മതത്തിൽപ്പെട്ട ഒരാളാകട്ടെ, ഒരു തെറ്റും ചെയ്യാത്തവനെ തകർക്കാനും ചതിക്കാനും വഞ്ചിക്കാനും പോകരുത്. ഒന്നും കഴിഞ്ഞില്ലേലും ആരെയും തകർത്തേക്കല്ല് കേട്ടോ. ആരുടെ ഒന്നും നമുക്ക് കണ്ണുനീരോടുകൂടി ഒന്നും പിടിച്ചു പറിച്ച് നമുക്ക് വേണ്ട. നമുക്കില്ലാത്തതൊന്നും നമുക്ക് വേണ്ട. അത് പണമായാലും മണ്ണായാലും മനുഷ്യനായാലും നമുക്കുള്ളതല്ലേ, അത് വേണ്ട. എനിക്കുള്ളത് എനിക്ക് മതി. നല്ല ദൈവം തരാൻ ആഗ്രഹിച്ചുള്ളതൊക്കെ മതി. അല്ലാത്തതൊന്നും നമ്മുടെ കയ്യിൽ നിലനിൽക്കത്തില്ല. പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ചില സമയങ്ങളാണിത്. സങ്കീർത്തനം 32-ാം അധ്യായം 10-ാമത്തെ വാക്യം, കർത്താവിൽ ആശ്രയിക്കുന്നവരെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ, ദൈവത്തിൽ ആശ്രയം വച്ചിരിക്കുന്നവരാണോ, നിങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹം ചുറ്റി വളഞ്ഞു നിൽക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവരെ അവിടുത്തെ സ്നേഹം ചുറ്റി നിൽക്കും. കരങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വയ്ക്കാം. മനുഷ്യരെ വിളിക്കുന്നത് മർത്യൻ എന്നാണ്. മർത്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം മരണമുള്ളവൻ എന്നും കൂടിയാണ്. ഈ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും അർത്ഥവത്തായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അർത്ഥവത്തായൊരു കാര്യമാണ്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുന്നത് ഈ മനുഷ്യായുസ്സിൽ ഏറ്റവും അർത്ഥവത്തായൊരു കാര്യമാണ്. നിങ്ങളിപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയാണ് മനുഷ്യ മനസ്സ് ജീവിച്ചു തുടങ്ങുന്ന സ്ഥലമാണിത്. ഒന്നുകൂടെ ഞാൻ ആ വാക്ക് പറയാം. ചില മനുഷ്യർ ഇവിടെ വരുന്നത് ചത്ത മനസ്സോടെയാണ്, ജീവനില്ലാത്തൊരു മനസ്സോടെയാണ്, അല്ലെങ്കിൽ നിരാശയോടെയാണ്. പക്ഷേ ഈ സ്ഥലത്ത് വന്ന് പാടാനും പ്രാർത്ഥിക്കാനും വചനം കേൾക്കാനും തുടങ്ങുമ്പോൾ അവരുടെ ജീവൻ നഷ്ടപ്പെട്ട ആ മനസ്സ് ജീവിച്ചു തുടങ്ങും. ഒത്തിരി പേർ ജീവിച്ചു തുടങ്ങിയ സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നത്. പ്രതീക്ഷയോടെ ഒരുപാട് കാര്യങ്ങൾ തുടങ്ങാൻ ദൈവം നിങ്ങളെ സഹായിക്കും. സമ്മാനങ്ങൾ കൈമാറുന്നത് പോലെ ദൈവാനുഗ്രഹങ്ങളുടെ ഒരു കൈമാറ്റം ഈ ശുശ്രൂഷകളിൽ സംഭവിക്കും. സമ്മാനങ്ങൾ ഇങ്ങനെ കയ്യിൽ നിന്ന് വേറൊരാളുടെ കയ്യിലേക്ക് കൊടുക്കുന്നത് പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ദൈവം നൽകുന്ന നന്മകൾ കൈമാറുന്ന, മനുഷ്യരുടെ കൈരങ്ങളിലേക്ക് കൈമാറുന്ന, സന്തോഷം കൈമാറുന്ന, സമാധാനം കൈമാറുന്ന, സൗഖ്യം കൈമാറുന്ന ഒരു സ്ഥലത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇത് ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്ഥലമല്ല, ഇത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. ഇത് ഞാൻ എനിക്ക് വേണ്ടി മാറ്റിവെച്ച സമയമല്ല, ഇത് നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച സമയമാണിത്. ഈ സമയത്ത് എല്ലാ ആവശ്യങ്ങളെയും ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഒരു നിമിഷം ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം തരണമേ. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം, ഈ അൾത്താര, ഈ മധുബഹ, ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ ഈ ബലിപീഠത്തിൻ്റെ മുമ്പിൽ ഒരു യേശുവിൻ്റെ ചിത്രമിരിപ്പുണ്ട്. എവിടെ നിന്നാലും ആ യേശു എന്നെ നോക്കുന്ന പോലെ തോന്നും. കൈ വിരിച്ചു പിടിച്ചിരിക്കുന്ന യേശു,
ഒരു ജീവനുള്ള സാന്നിധ്യമാണ്. ആ കരം ഇങ്ങനെ വിരിച്ചു പിടിച്ചിട്ടുണ്ട്. എന്നെ തന്നെ നോക്കുന്ന പോലെ തോന്നും. ജീവനുള്ളൊരു ദൈവ സാന്നിധ്യം. ആ വിരിച്ച കരങ്ങൾക്ക് താഴെ നിന്ന് കർത്താവെ, എനിക്കൊരു സാക്ഷ്യം പറയാൻ പറ്റണം. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ വെളിപ്പെടണം. ഞാനിന്ന് ഒത്തിരി വേദനയിലൂടെയാ ദൈവമേ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിന്ന് വലിയ കഷ്ടത്തിലൂടെ കടന്നു പോവുകയാണ്. എന്നെ ഒന്ന് ഓർക്കണമേ. ഏറ്റവും പുറകിൽ നിൽക്കുന്നവരും താഴെയും വരാന്തകളിലും സൈഡിലും നിലത്തുമൊക്കെയായി നിൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്നവരെന്ന് പറഞ്ഞ് കർത്താവെ, സങ്കടത്തിലൂടെ കടന്നു പോകുന്ന, കഷ്ടതയിലൂടെ കടന്നു പോകുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും അങ്ങ് ഓർക്കണമേ. എന്നെ ഓർക്കണമേ. എന്നെ ഇന്ന് ആത്മീയമായി ഒന്ന് ബലപ്പെടുത്തണമേ. അങ്ങയുടെ കൃപയും കടാക്ഷവും ഞങ്ങൾക്ക് നൽകണമേ. ഇനി പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധയോടെ ഒന്ന് കേൾക്കുക. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്, പാവപ്പെട്ടവർ ഇവിടെ വരണം, വീടില്ലാത്തവർ ഇവിടെ വരാനിടയാകട്ടെ, മനസ്സ് തളർന്നു പോയവർ ഇവിടെ വരാനിടയാകട്ടെ, സഹായത്തിന് ആരുമില്ലാത്തവർ ഇവിടെ വരാനിടയാകട്ടെ, മനസ്സുകൊണ്ട് ഒറ്റപ്പെട്ടു പോയല്ലോ, എനിക്ക് എവിടെയും എത്താൻ പറ്റിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവർ, വിഷമിക്കുന്നവർ ഇവിടെ വരാൻ ഇടയാകട്ടെ. എന്തിനാ അങ്ങനെ പ്രാർത്ഥിച്ചെന്നറിയാമോ? ഇത് ദൈവത്തിന്റെ ഭവനമായതുകൊണ്ട്, ഇത് ദൈവം തെരഞ്ഞെടുത്ത സ്ഥലമായതുകൊണ്ട് അങ്ങനെയുള്ളവർ ഇവിടെ വരണം. ഇവിടെ വന്ന് ജീവനുള്ള, പ്രത്യാശ തരുന്ന, ശക്തിയുള്ള ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ദൈവം കൊടുത്ത ഭാഗ്യം അനുഭവിക്കാൻ തുടങ്ങും. അവർ ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനും അത് അനുഭവിക്കാനും തുടങ്ങും. എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? ഒരു നല്ല വസ്ത്രം ധരിക്കാൻ ഇല്ലാത്തവർ ഒരു കാലത്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഒരു നല്ല വസ്ത്രം പോലും ധരിക്കാൻ ഇല്ലാത്തവർ വർഷങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അവരെ കണ്ടപ്പോൾ അവർ നല്ല വസ്ത്രം ധരിച്ചാണ് ഇവിടെ വരുന്നത്. പിന്നീട് അറിഞ്ഞു അവരുടെ ജീവിതത്തിൻ്റെ പഴയ അവസ്ഥകളൊക്കെ മാറി ഇച്ചിരി കൊള്ളാവുന്നൊരു അവസ്ഥയിലൊക്കെ ദൈവം അവരെ എത്തിച്ചുവെന്ന്. നല്ലൊരു ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തവർ ഒരു കാലത്ത് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് അവർക്ക് നല്ല വീടുണ്ട്, കഴിക്കാൻ നല്ല ഭക്ഷണമുണ്ട്, ഒരു വാഹനം പോലും ഇല്ലാതെ ഇവിടെ വന്നവരുണ്ട്. കാണുന്ന വാഹനങ്ങൾക്കൊക്കെയും കൈ കാണിച്ച്, നിർത്തുന്ന വാഹനത്തിൽ കയറി ഒക്കെ വാഹനത്തിൽ കൊടുക്കാൻ പണമില്ലാത്തത് കൊണ്ട് നടന്നു വന്നവരുണ്ട്. ഇന്നവരുടെ വീടുകളിൽ നല്ല വിലയുള്ള വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അനേകരെ ദൈവം പല വിധത്തിൽ ഇന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒരു വീട്ടിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെല്ലുമ്പോൾ, ഇന്നലെ പറഞ്ഞതുപോലെ, ഒരു സൈഡിൽ കന്നുകാലിക്കൂട്, ഒരു സൈഡിൽ ആട്ടിൻകൂട്, വേറൊരു സ്ഥലത്ത് കോഴിക്കൂട്, ആകെ എല്ലാം കൂടെ മഴ പെയ്ത് ചീഞ്ഞളിഞ്ഞ് കൊതുകും മണവും എല്ലാം പിടിച്ച് കിടക്കുന്ന സ്ഥലം. അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ തന്നെ നമുക്കൊരു വിഷമം തോന്നും. അവിടുന്ന് എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ നമുക്കൊരു വിഷമം തോന്നും. പക്ഷേ ആ മക്കളൊക്കെ രക്ഷപ്പെട്ടപ്പോൾ ഇന്ന് കൊള്ളാവുന്ന സ്ഥലത്ത് വാഹനങ്ങൾ റോട്ടിലൂടെ പോകുന്ന ഒരു ഹൈവേ കാണത്തക്ക വിധം, ബസ് പോകുന്നത് കാണാൻ പറ്റുന്ന വിധത്തിൽ സ്ഥലം മേടിച്ചു, വീട് പണിതു, വാഹനങ്ങളായി. ദൈവം എന്തേരെയാ മനുഷ്യരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഏതവസ്ഥയിൽ വന്നാലും നിങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തിന് സാധ്യമാണ്. പടിപടിയായി ദൈവം എന്നെ അനുഗ്രഹിച്ചുയർത്തും. പടിപടിയായി ദൈവം എന്നെ അനുഗ്രഹിച്ചുയർത്തും. പടിപടിയായി ദൈവം എന്നെ അനുഗ്രഹിച്ചുയർത്തും. ഹല്ലേലൂയ. ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് കണ്ണുകൾ നടച്ച് ഈ പാട്ടിൻ്റെ വരികളുണ്ട്. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ നാളുകൾ ജീവിത യാത്രയിൽ കടന്നുപോയി. ഇത് പാടുമ്പോൾ ഇത് ചിലരുടെ ജീവിതമാണ്. ഒരുപക്ഷെ ഇത് എന്നെ നോക്കി പാടുന്ന പോലെ ഇരിക്കും, അല്ല എൻ്റെ അവസ്ഥ അറിഞ്ഞിട്ട് ആരോ പാട്ട് എഴുതിയിട്ട് പാടുന്ന പോലെ തോന്നും. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ നാളുകൾ. പിന്നെയും ആ പാട്ടിൻ്റെ വരികളുണ്ട്. സാരും സഹായിക്കാനില്ലാതെ വന്നപ്പോൾ കൈ നീട്ടിച്ചെന്നു
പലരുടെ അടുത്തും ഇവിടെയുമുണ്ട് ചില അമ്മമാർ, ഇവിടെയുമുണ്ട് ചില മനുഷ്യർ. അടുത്തുള്ളവരോട്, പരിചയമുള്ളവരോട് 500 രൂപ കൊണ്ടുപോവാ, എനിക്ക് പള്ളിയിൽ പോകാനാ, 1000 രൂപ കൊണ്ടുപോവാ, ഞാൻ അടുത്ത ആഴ്ച തരാം കേട്ടോ എന്ന് പണം കൈ നീട്ടി മേടിച്ചവർ. ചില സമയങ്ങളിൽ മനുഷ്യൻ കൈ നീട്ടും പണത്തിന്, നല്ല ഒരു കാര്യത്തിന് കൈ നീട്ടി ചെല്ലും. ദൈവസന്നിധിയിൽ കൈ നീട്ടുന്നവരോട് പറയട്ടെ, മനുഷ്യൻ്റെ മുമ്പിൽ കൈ നീട്ടാൻ ദൈവം അനുവദിക്കത്തില്ല. ആ കരങ്ങൾ ഹൃദയത്തോട് ചേർത്തൊന്ന് പാടിയേ. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞുപോയി. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞുപോയി. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ കാതും തലോടലുമായി നാഥൻ. അടുത്തൊരു പാട്ടാണ്. കരങ്ങൾ അല്പം യാചനാപൂർവം പിടിച്ച്. ആരും സഹായിക്കാനില്ലാതെ ഇവിടെ ഇന്ന് എന്നെ കാണാൻ വന്ന ചിലർ പറഞ്ഞു, അച്ചോ ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ ആരുമില്ല, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. അങ്ങനെ പറയണ്ട, അങ്ങനെ പറഞ്ഞ് കരയണ്ട. ദൈവം നിന്നെ സഹായിക്കും. ഇതേ എന്ത് സ്ഥലമാണെന്നറിയാവോ? ദൈവം എൻ്റെ സഹായമായി മാറുന്ന സ്ഥലമാണ്. ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി മാറുന്ന സ്ഥലമാണ്. ദൈവം എൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്ന സ്ഥലമാണ്. ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന സ്ഥലമാണിത്. ദൈവം എന്നെ ഉയർത്തുന്ന അനുഗ്രഹത്തിൻ്റെ നിമിഷമാണിത്. അതുകൊണ്ട് കരങ്ങൾ ചേർന്ന് പാടുകയാണ്. ആരും സഹായിപ്പാനില്ലെന്നു കൈ നീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. ഒന്ന് പാടിയേ. ആരും സഹായിപ്പാനില്ലെന്നു കൈ നീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്ന് വേണ്ടുന്നതെല്ലാം നിറച്ചു. ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചെന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കുമോ? ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു. ശബ്ദം ഉയർത്തി അധരങ്ങളെ തുറന്ന് ദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ആമേൻ. ഇരിക്കാമോ? ഹല്ലേലൂയ. ഈ മാസത്തിൻ്റെ 4ാമത്തെ വെള്ളിയാഴ്ചയാണിത്. ഒത്തിരി ആഗ്രഹത്തോടും സന്തോഷത്തോടും കൂടിയാണ് ആളുകൾ വന്നത്. ഇന്നലെയും ഇന്നുമൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. ദൂരെ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. ആളുകൾ ഇരുന്നുകൊണ്ട് നിലത്തിരുന്ന് വചനം കേൾക്കുന്നവരുണ്ട്, നിന്നുകൊണ്ട് വചനം കേൾക്കുന്നവരുണ്ട്, വരാന്തകളിൽ ആളുകളുണ്ട്, താഴെ ഭാഗത്ത് TV-യുടെ സഹായത്താൽ പ്രാർത്ഥന കൂടുന്നവരുണ്ട്. ജീവിതത്തിലെ നല്ല സമയങ്ങളാണ് നമ്മളിപ്പോൾ മാറ്റി വച്ചിട്ടുള്ളത്. നല്ല സമയമാണ്. ഇതൊരു പകലാണ്. എന്തെല്ലാം ജോലി ഉണ്ടായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാണ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി മാറ്റിവെച്ചത്. നമ്മുടെ പള്ളികളിലൊക്കെ ധ്യാനം വരുമ്പോൾ അത് വൈകുന്നേരമാണ് വയ്ക്കുന്നത്. ആളുകളുടെ ജോലിയൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് വന്നിരിക്കാൻ. ഇത് നല്ല തിരക്കുള്ളൊരു പകലാണ്. പിള്ളേരുടെ പരീക്ഷ തുടങ്ങുന്ന സമയമാണ്. എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല സമയങ്ങളെ ദൈവത്തിന് കൊടുത്താൽ ഒരിക്കലും മറക്കാത്ത ചില നല്ല അനുഗ്രഹങ്ങളും ആ ദൈവം നമ്മുടെ കയ്യിൽ തരും. ആമേൻ. ഹല്ലേലൂയ. ജീവിതത്തിലെ നല്ല സമയങ്ങൾ കൊടുത്തവരാണ് നമ്മൾ. എന്നെക്കാളും കഴിവും അറിവും അനുഭവവും സാമ്പത്തികവും ലോകപരിചയം പ്രാർത്ഥനയും ഉള്ളവർ ഈ കൂട്ടത്തിലുണ്ട്. ആയതിനാൽ ഓരോ വ്യക്തികളെയും ശ്രേഷ്ഠരായും ബഹുമാനത്തോടും അംഗീകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാണ്. വലിയ പട്ടണങ്ങളിൽ നിന്ന് വന്നവരുണ്ട്, നല്ല ഭവനങ്ങളിൽ ജനിച്ച് ജീവിക്കുന്നവരുണ്ട്, നല്ല ജോലി ചെയ്യുന്നവരുണ്ട്. നിങ്ങളെയൊക്കെയും ദൈവസ്നേഹത്തിൽ ഏറ്റവും മഹത് വ്യക്തികളായി കാണുകയും
നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവാണ്. ഇതൊരു അനുഗ്രഹമായി കാണുന്നൊരു സമയമാണ്. മുമ്പേ പറഞ്ഞതൊരു വെറും വാക്കല്ല കേട്ടോ. ഈ ആലയത്ത് പല മനുഷ്യരും ജീവിച്ചു തുടങ്ങുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് ജീവനുണ്ടെങ്കിലും പല മനുഷ്യരും വരുന്നത് പകുതി മരിച്ച പോലെയാണ് വരുന്നത്. അങ്ങനെ ടെൻഷനായിട്ട് വരുന്നുണ്ടായി ഈ തിക്കും തിരക്കും എല്ലാം മനുഷ്യൻ കൂട്ടുന്നത്, വെപ്രാളം കൂട്ടുന്നത്. അവരുടെ മനസ്സ് ജീവനില്ല, കുറച്ച് ജീവനൊക്കെ ഉള്ളൂ. പ്രാർത്ഥന കൂടി വചനം കൂടുമ്പം, പ്രാർത്ഥനയൊക്കെ കിട്ടുമ്പോൾ ഈ സ്ഥലത്ത് വച്ച് ജീവിച്ചു തുടങ്ങും. നിരാശയുടെ സ്ഥാനത്ത് പ്രതീക്ഷ വരാൻ തുടങ്ങും. നമ്മളിപ്പോൾ ഒരു കടത്തിണ്ണയുടെ മുമ്പിലൊന്നുമല്ല ഇരിക്കുന്നത്, ഒരു സിനിമാ തിയേറ്ററിന് മുമ്പിലല്ല, ഒരു ഹോസ്പിറ്റലിന് മുമ്പിലല്ല, ഒരു സൂപ്പർ മാർക്കറ്റിന് മുമ്പിലല്ല. ദൈവീക കാര്യങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരു സ്ഥലത്ത് വന്നായിരിക്കുന്നത്. അതിനൊരു വിലയുണ്ട്, അതിനൊരു അനുഗ്രഹമുണ്ട്. നമ്മൾ എന്ത് കാര്യവും നമ്മൾ ചിലപ്പോൾ പറയില്ലേ, നിങ്ങളൊരു 5-6 ദിവസം ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ, ഒരു 30 ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കണം കേട്ടോ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ചില കാര്യങ്ങൾ നമുക്ക് നടക്കാൻ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് ആവശ്യമാണ്. ഇപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും എനിക്കോ ഒക്കെ പനി പിടിച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ പറയും ആൻറ്റിബയോട്ടിക് എടുക്കണം, 3 ദിവസം കഴിക്കണം, 5 ദിവസം കഴിക്കണം, ഇത് 10 ദിവസം കഴിക്കണം. ഒരു പനി മാറാൻ ആൻറ്റിബയോട്ടിക് 3 ദിവസം, 5 ദിവസം, 7 ദിവസം അത് പൂർത്തിയാക്കണം കേട്ടോ എന്ന് പറയും. ഇതുപോലെ നമ്മളും ചില കാര്യങ്ങൾ ജീവിതത്തിൽ നല്ലതായിട്ട് വരാൻ ചില ദിവസങ്ങൾ, ചില മാസങ്ങൾ നമ്മളും ആ കാര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പം അത് നടന്ന് ദൈവം നമുക്കത് നടത്തി തരും. ദൈവം നമുക്കത് ചെയ്തു തരും. ഹല്ലേലൂയ. എന്നും പറയുന്നൊരു കാര്യം ആവർത്തിച്ച് പറയുകയാണ്, ഇത് ദൈവസ്നേഹത്തിൻ്റെ ഒരു കൂടാരമാണ്. ഇവിടെ ആരെയും ശപിക്കുകയോ പേടിപ്പിക്കുകയോ, പേടിപ്പിച്ച് ദൈവത്തിലേക്ക് കൊണ്ടുവരിക, അത് ആരുടെയും ഞങ്ങളുടെ ഉദ്ദേശമല്ല. പക്ഷെ നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹം അറിഞ്ഞ് ദൈവത്തിലേക്ക് വരും. അങ്ങനെ ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സ്ഥലത്ത്, ഇവിടെ വച്ച്. ഇന്ന് രാവിലെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഞാനത് പറഞ്ഞു. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കേട്ട് അതറിഞ്ഞ് ദൈവത്തിലേക്ക് വന്നവർ. ഇന്നും ഒരമ്മയും അവരുടെ കുടുംബവും വന്നിട്ട് പറയുവാണ്, എൻ്റെ ജീവിത പങ്കാളി പള്ളിയിലോ പ്രാർത്ഥനയ്ക്കൊന്നും പോകാത്ത ഒരാളായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്ന് ആ വചനം കൂട്ടി കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. ഭയങ്കര അത്ഭുതമാണ്. ഞങ്ങൾ എത്തേറെ നിർബന്ധിച്ചാൽ ഈ മനുഷ്യൻ പള്ളിയിൽ കയറത്തില്ലാത്ത ഒരാളായിരുന്നു. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ പള്ളിയിൽ പോകണം, എന്തായാലും പള്ളിയിൽ പോകണം. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ആരോടും പറയാറില്ല പള്ളിയിൽ പോകണം, കുമ്പസാരിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഞാൻ പറയാറില്ല. പക്ഷേ ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുമ്പം തനിയേ ദൈവത്തോടും പള്ളിയോടും ആരാധനയോടും എല്ലാം തന്നെ അടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ചെറുപ്പക്കാരാകട്ടെ, യുവതീയുവാക്കളാകട്ടെ, കുഞ്ഞുങ്ങളാകട്ടെ, വലിയവരാകട്ടെ, അനേകരിൽ ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇത് അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്നൊരു സ്ഥലമാണ്, പേര് പോലെ തന്നെ. നിങ്ങൾ ഈ യേശുവിൻ്റെ ചിത്രം നോക്കിയാൽ അറിയാം, എവിടെ പോയിരുന്നാലും നിങ്ങളെ നോക്കുന്നവർ തോന്നും ഇല്ലേ? ആ മൂലയ്ക്ക് പോയിരുന്നാലും സൈഡിൽ നിന്നാലും ആ കണ്ണുകൾ എന്നെ തന്നെ, ഈ 1000 പേര് 2000 പേര് നോക്കിയാലും ആ യേശു എന്നെ തന്നെയാണ് നോക്കുന്നതെന്ന് നമുക്ക് തോന്നും. ഇവിടെ ആരുമില്ലാത്ത സമയത്തും ഞാൻ ഈ ഹാളിൽ ഒറ്റയ്ക്ക് വന്നിരുന്നിട്ടുണ്ട്, വന്നിരിക്കാറുമുണ്ട് ഈ സ്ഥലത്ത്. ഇവിടെ ആരുമില്ലാത്ത സമയത്ത് അപ്പോൾ എനിക്ക് തോന്നി, അങ്ങ് പോയിരുന്നാലും സൈഡിൽ പോയി നിന്നാലും നടുക്ക് നിന്നാലും കൃത്യം എന്നെ ഫോക്കസ് ചെയ്ത് എന്നെ നോക്കുന്ന പോലെ തോന്നും, സ്നേഹത്തോടെ നോക്കുന്ന പോലെ തോന്നും. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു പ്രാർത്ഥനയാണ്, കർത്താവേ അനുഗ്രഹയിൽ ഇങ്ങനെ കൈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആ യേശുവിൻ്റെ ആ സ്നേഹ സാന്നിധ്യത്തിൻ്റെ താഴെ നിന്ന് എനിക്കൊരു അനുഗ്രഹം പറയാൻ ഇടവരണമേ. നിങ്ങളും പ്രാർത്ഥിക്കണം, അത് സാധിക്കും. ഹല്ലേലൂയ. ഇന്നൊത്തിരി പ്രാധാന്യത്തോടെ ഒരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ജസ്റ്റ് അതൊന്ന് പറഞ്ഞു, പക്ഷെ അത് ശരിയായി പറഞ്ഞില്ല. അത് ഉപകാരമാണ്, എല്ലാവർക്കും അത് ഉപകാരമാണ്, എനിക്കും അത് ഉപകാരമാണ്. അതൊന്നു രാജാക്കന്മാരുടെ പുസ്തകം
21 അധ്യായം മുതലാണ്. 21 അധ്യായം 1 മുതലുള്ള വാക്യമാണ്. ഈ വചനം വളരെ സ്പീഡിൽ പറയാനിടയാകരുത്. ഇത് വളരെ നിർത്തി പറയാൻ ഇടവരണം. ഇത് മനസ്സിലാകുന്ന വിധത്തിൽ ഈ മനുഷ്യരുടെ ജീവിതങ്ങളിൽ എത്തിക്കാൻ ദൈവമേ എനിക്ക് കൃപയും കടാക്ഷവും തരണമേ. ഞാനിപ്പോൾ വലിയ വായിൽ പ്രസംഗിക്കുകയല്ല, ഒരു വചനം നിങ്ങളുടെ അടുത്ത് സ്നേഹത്തോടെ എത്തിക്കുകയാണ്. 21 അധ്യായം അതിൻ്റെ ഹെഡിങ് ആദ്യം ഒന്ന് വായിച്ചേ. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം. ഒന്നും കൂടെ വായിച്ചേ. നാബോത്തിന്റെ, നിങ്ങളിത് കേട്ടിട്ടുണ്ട്, നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം. ഒരാളുടെ കുറച്ച് മുന്തിരിത്തോട്ടം. ഇപ്പോൾ ഇവിടെയുള്ളത് കാപ്പിത്തോട്ടമുണ്ട്, ഏലമുണ്ട്, തേയിലത്തോട്ടമുണ്ട്. ഈ വയനാട്ടിലുള്ള കൃഷി ഇതൊക്കെയാണ്: ഏലത്തോട്ടം, കാപ്പിത്തോട്ടം, തേയിലത്തോട്ടം. ആയിരക്കണക്കിന് ഏക്കർ സ്ഥലങ്ങളൊക്കെ പല മനുഷ്യർക്കും ഇവിടെ ഉണ്ട്. അതുപോലെ എഴുതിയിരിക്കുവാണ് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം. ഇനി ആദ്യത്തെ വാക്യം വായിക്കുകയാണ്. 21 അധ്യായം 1 വാക്യം. ജസ്രേൽക്കാരനായ നാബോത്തിന് ജസ്രേലിൽ സമരിയ രാജാവായ ആഹാബിന്റെ കൊട്ടാരത്തോട് ചേർന്ന് ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. ആർക്കും മനസ്സിലാകുന്ന വിധത്തിൽ എഴുതിയിരിക്കുവാണ്. ഏതൊരു വ്യക്തിക്കും ഇത്രയും ഇത് മനസ്സിലാക്കും. അധികമാരും ഇത് പ്രസംഗിക്കാറില്ലായിരിക്കാം. ഞാനും ഈ അടുത്ത കാലത്താണ് ഇത് പ്രസംഗിക്കാൻ തുടങ്ങിയത്. അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചത് പോയി. ജസ്രേൽക്കാരനായ, അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ സ്ഥലം ഇപ്പോൾ പറയില്ലേ, കൽപ്പറ്റക്കാരനായ, അല്ലെങ്കിൽ കോഴിക്കോടുകാരനായ, കണ്ണൂരുകാരനായ, പാലക്കാരനായ എന്ന് പറയുന്ന പോലെ എഴുതിയിരിക്കുവാണ്. സ്ഥലത്തിൻ്റെ പേര് കൂട്ടി എഴുതിയിരിക്കുകയാണ്. ജസ്രേൽക്കാരനായ നാബോത്തിന് ജസ്രേലിൽ സമരിയ രാജാവായ ആഹാബിന്റെ കൊട്ടാരത്തിന്റെ അടുത്ത് ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. ഒരു നല്ല മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. നന്നായിട്ട് വെള്ളമൊഴിക്കുകയും വളവിടുകയും നല്ല ഫലപുഷ്ടിയുള്ള കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു. ഏത് രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ അടുത്താണ്? ആഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഇങ്ങനെ ജനലിക്കട നോക്കിയാൽ കാണുന്ന അത്രയും അകലത്തിൽ കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു ഒരു പാവപ്പെട്ട മനുഷ്യന്, നാബോത്തിന്. അപ്പോൾ ഒരു ദിവസം, അതാണ് ശ്രദ്ധിക്കേണ്ടത്, ഒരു ദിവസം ആഹാബ് നാബോത്തിനോട് പറഞ്ഞു. ഇത് ശ്രദ്ധിച്ചു കേട്ടെ, എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ? ശ്രദ്ധിച്ചു കേൾക്കുന്നത് ഭയങ്കര. നമ്മുടെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ കുറേ ആഹാബുമാരുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇങ്ങനെ കുറേ ആഹാബുമാർ വർഷങ്ങൾക്ക് മുമ്പല്ല ഇന്നും ഉണ്ട്. ഇപ്പോൾ ഈ ആഹാബിനൊരാഗ്രഹമുണ്ട്. എന്നറിയോ? ഇപ്പോൾ ആ പുള്ളിക്ക് ആ മുന്തിരിത്തോട്ടം വേണം. ആ മുന്തിരിത്തോട്ടം വേണം. വായിക്ക്. ഒരു ദിവസം ആഹാബ് നാബോത്തിനോട് പറഞ്ഞു. രാജാവ് പാവപ്പെട്ട ആ കുറച്ച് ഭൂമിയുള്ള നാബോത്തിനോട് പറഞ്ഞു, എനിക്ക് പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാൻ. ആ ഡയലോഗ് ശ്രദ്ധിച്ചേ. എനിക്ക് പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് നിന്റെ പറമ്പിൽ നടണമെന്നാണ് ആഗ്രഹം. നീ നട്ടു വളർത്തിയ മുന്തിരി വെട്ടിക്കളഞ്ഞിട്ട് അവിടെ നടാൻ ആഗ്രഹമെന്ന്. എന്തോ ഒരാഗ്രഹമാണ്. ഇച്ചിരി നല്ലതായിട്ട് കാണുമ്പം അന്നേരെ കത്തിക്ക് മൂർച്ച കൂട്ടുന്ന ഒരു ആഹാബ് ഇന്നുമുണ്ട്. എന്തേലും ഒരു കാര്യം നല്ലതായിട്ട് വരുമ്പം അതിനെ വെട്ടിക്കളയാൻ കത്തിക്ക് മൂർച്ച കൂട്ടുന്ന ആഹാബുമാർ ഈ 2026 ഉണ്ട്. ചിലർക്ക് ഈ ആഹാബിൻ്റെ സ്വഭാവമാണ്. ആഹാബ് ആരാണ്? രാജാവ്. പുള്ളി പ്രൈം മിനിസ്റ്ററാണ്, രാജാവാണ്. പുള്ളിയുടെ കയ്യിലാണ് ആ രാജ്യത്തിലെ മുഴുവൻ ഭൂമിയും. അതൊന്നും പുള്ളിക്ക് വേണ്ട. ഇപ്പോൾ ഏത് വേണം? ഈ കുറച്ച് സ്ഥലം വേണം. ആ മുന്തിരിത്തോട്ടം ഇപ്പം പുള്ളിക്ക് വെട്ടണം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നന്മയുണ്ടാകുമ്പോൾ അത് വെട്ടിക്കളയുന്ന ആഹാബുമാറുണ്ടായി വരും. ശ്രദ്ധിച്ചോണം. അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്നറിയോ? എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നെയും എനിക്കുള്ളതിനെയും നിന്റെ ബലമുള്ള ആ സുരക്ഷിത കരങ്ങളിൽ ഞാനിങ്ങനെ ഏൽപ്പിച്ചു തരുവാണ്. ഇത് 10 വർഷത്തിൽ ഒരിക്കൽ പ്രാർത്ഥിക്കാനുള്ളതല്ല, എല്ലാ ദിവസവും. ഇല്ലെങ്കിൽ നമുക്കിച്ചിരി സാമ്പത്തികം നന്നായി വരുമ്പം, നമ്മുടെ പിള്ളേർ ഇച്ചിരി നന്നായി പഠിച്ചു വരുമ്പം, ഒരു 10 കാശൊക്കെ ഉണ്ടാക്കി അങ്ങ് ജീവിക്കാൻ തുടങ്ങുമ്പോൾ
ആഹാബുമാർ മൂർച്ചയുള്ള കത്തിയുമായി നമ്മുടെ നേരെ അടുത്തു വരും. എന്തിനെന്നറിയോ? ആ മുന്തിരി ഇപ്പം വെട്ടണം, അതിൻ്റെ ഭാവി കളയണം. ഇപ്പം എന്നാ പറഞ്ഞേ, പുള്ളിക്ക് എന്ത് നടാനാ? എനിക്ക് പച്ചക്കറി പുള്ളിക്ക് ഇപ്പം പയറും പാവലും ഒക്കെ അവിടെ നടണമെന്ന്. എന്തേരം സ്ഥലമാണ് ആ കൊട്ടാരത്തിൻ്റെ ആ രാജ്യത്തുണ്ട്, ആയിരക്കണക്കിന് ഏക്കർ സ്ഥലമുണ്ട്. ഇപ്പം ഈ 2 ഏക്കർ സ്ഥലത്ത് പുള്ളിക്ക് പയറും പാവലും നടന്നു. ഇപ്പം ഈ മുന്തിരി വെട്ടണം, ആ നന്മയെ ഇല്ലാതാക്കണം. ഇത് ശ്രദ്ധിക്കണം കേട്ടോ. നാബോത്തിന് മുന്തിരിത്തോട്ടമുണ്ട്, പക്ഷെ നാബോത്തിനൊരു പ്രാർത്ഥനയില്ല. എന്ത്? ദൈവമേ, എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ഈ ഭൂമിയെയും ഈ തോട്ടത്തെയും നിൻ്റെ കരങ്ങളിൽ ഞാൻ സൂക്ഷിക്കാൻ നിൻ്റെ സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കണം. ഇത് ഒത്തിരി ഉദാഹരണമുണ്ട്. നിങ്ങളുടെ മക്കൾ നന്നായി പഠിക്കുന്ന ഒരാളാണെന്നിരിക്കട്ടെ, എല്ലാത്തിനും മിടുക്കനും മിടുക്കിയൊക്കെയാണ് മക്കൾ. എല്ലാവരും പറയും മകനും ഭയങ്കര മിടുക്കനാണല്ലോ, മകൾ ഭയങ്കര മിടുക്കിയാണല്ലോ, പള്ളിയിലൊക്കെ പോകുന്നുണ്ടല്ലോ. ആഹാബുമാർ ഉണ്ടായി വരും. ആൺപിള്ളേരാണെങ്കിൽ ബീഡി വലിക്കാൻ കൊടുത്തും വേണ്ടാത്തത് കാണിച്ചും ചവയ്ക്കാൻ കൊടുത്തും വലിക്കാൻ കൊടുത്തും കുടിക്കാൻ കൊടുത്തും ആ നല്ല ഭാവിയിൽ എത്തിച്ചേരേണ്ട ആ കൊച്ചിനെ, ആ ഭക്തിയും വിശ്വാസമുള്ള ആ കൊച്ചിനെ വെട്ടിക്കളയുന്ന ആഹാബുമാർ കൂട്ടുകാരായി വരും. വായിലൊഴിച്ച് കുടിപ്പിക്കുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പഠിപ്പിച്ച് ആ മുന്തിരിത്തോട്ടം ഇപ്പോൾ അവന് വെട്ടണം, അവൻ്റെ ഭാവി ഇല്ലാതാക്കണം. നല്ല കഴിവുള്ളൊരു പെൺകുട്ടിയാണ്. അപ്പോൾ അവൾ നന്നായി പഠിക്കുന്നു, എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അപ്പോൾ കുറച്ച് പേരെ ഉന്തിത്തള്ളി ഒരു പ്രണയബന്ധത്തിനകത്ത് കൊണ്ടുപോയി കൊളുത്തി, ഒരു കാര്യത്തിനകത്ത് കൊണ്ടുപോയി. ഇപ്പോൾ പഠിക്കണമെന്നില്ല. എന്തിനാ ഇത്ര വെപ്രാളം? ആ മുന്തിരിത്തോട്ടം അവിടെ അങ്ങനെ നിൽക്കുന്നത്, അങ്ങനെ അങ്ങ് വളർന്ന് നിൽക്കുന്നത് ഇവർക്ക് പിടിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ഒരുപക്ഷെ ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ ശുശ്രൂഷയെ ഇല്ലാതാക്കാൻ ഈ മുന്തിരിത്തോട്ടം വെട്ടിക്കളയുന്ന ആൾക്കാരുണ്ട്. വെട്ടിക്കളയാൻ വേണ്ടി നല്ല കത്തി മേടിച്ച് മൂർച്ച വയ്ക്കുന്നവരുണ്ട്. ഇങ്ങനെ വെട്ടുമല്ല, ചിലർ വാക്കുകൊണ്ട് വെട്ടും, ചിലർ ലോകത്തില്ലാത്ത, ചിന്തിച്ചിട്ടില്ലാത്ത, മനസാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് അവർക്കങ്ങ് ദഹിക്കത്തില്ല. മുന്തിരിത്തോട്ടം വെട്ടിക്കളയാൻ വാക്കത്തിയെടുക്കുന്ന ആഹാബുമാരെ നിങ്ങൾ ഏത് രാജ്യത്തോ ഏത് നാട്ടിലോ ജീവിച്ചിരിക്കുന്നവർ ശ്രദ്ധിച്ചോണം. നല്ലൊരു ബിസിനസ് ചെയ്യുന്ന ആളുകളോട് പറയട്ടെ, ആ ബിസിനസ്സൊക്കെ നന്നായിട്ട് ഇങ്ങനെ വന്ന് 10 കാശായി കുറച്ച് വാഹനമൊക്കെ മേടിച്ച് ആ ബിസിനസ് അങ്ങ് വരുമ്പം ആഹാബ് കയറി വരും. നിൻ്റെ ആ ബിസിനസ്സിനെ വെട്ടിക്കളയാൻ, നിൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ വെട്ടിക്കളയാൻ. എത്ര പേരുടെ ഭാവിയാണ് പോയത്, എത്ര പേരാ ജീവിതത്തിൽ വാടിപ്പോയത് മുന്തി വെട്ടിയ ചെടി പോലെ. എന്നറിയോ? ശ്രദ്ധിച്ചില്ല. ഇവിടെ ഇരിക്കുന്നവരോ ഇത് ക്യാമറയിലൂടെ കേൾക്കുന്നവരോ എന്നേലും കേൾക്കുന്നവരോ, ഇനി അറ്റോ മുറിയോ ഒക്കെ കേട്ടിട്ടുണ്ട്, അത് മതി. കേൾക്കുന്നവരോ ശ്രദ്ധിക്കണം. എന്തേലും ഒരു നല്ല കാര്യം വരുമ്പം അതിനെ വളവിട്ട് വളർത്തുന്നവരെക്കാൾ കൂടുതൽ വാക്കത്തിയെടുത്ത് വെട്ടാൻ ഒരുങ്ങുന്നവരും ആലോചന നടത്തുന്നവരുമാണ് കൂടുതൽ. എന്ത് കാര്യത്തിനും ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഇപ്പോൾ ഇത് ചോദിച്ചതാരാ? ആഹാബ്. രാജാവ് ചോദിക്കുവാണ്, എനിക്ക് കുറച്ച് പാവലും പടവലും ചീരയും പയറും നടണമെന്ന് ആഗ്രഹമുണ്ട്, നീ പണിക്ക് വരാവോന്നല്ല. ഈ നിൻ്റെ മുന്തിരിത്തോട്ടം വെട്ടിയിട്ട് വേണം എനിക്ക് അവിടെ തന്നെ പയർ നടണം. നിങ്ങളുടെ ആ സ്ഥലം എങ്ങനെയും മേടിച്ചെടുക്കണം, ആ കച്ചവടം ഇരിക്കുന്ന ആ സ്ഥലം എങ്ങനെയും പൂട്ടിക്കണം, ആ കൊച്ചെവിടെയെങ്കിലും അവരുടെ കുടുംബജീവിതം തകർക്കണം, അവർ തമ്മിൽ തല്ലി ചെതറി പോകണം. ഇങ്ങനെയൊക്കെ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാം. നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, നമ്മുടെ വളർച്ച ആഗ്രഹിക്കുന്നവരാണോ തകർച്ച ആഗ്രഹിക്കുന്നവരാണോ കൂടുതൽ? നിങ്ങളുടെ ഒരു കണക്ക് കൂട്ടൽ, നിങ്ങളുടെ വളർച്ച ആഗ്രഹിക്കുന്നവരെക്കാൾ കൂടുതൽ നിങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്നവരാ കൂടുതൽ. 100 പേരുണ്ടെങ്കിൽ 95 പേരും തകരണമെന്ന് ആഗ്രഹിച്ച് 5 പേരെ ആഗ്രഹിക്കുന്നുള്ളൂ. വളരട്ടെ, രക്ഷപ്പെട്ടു പോട്ടെ, ആ കുടുംബം അങ്ങനെ ആയിപ്പോട്ടെ ചിന്തിക്കുന്നവർ. ആഹാബുമാരെ ശ്രദ്ധിച്ചോണം. നിങ്ങൾ നല്ല ബിസിനസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ?
നിങ്ങളെ മദ്യം തന്ന്, നിങ്ങളെ മദ്യം കഴിപ്പിച്ച്, കൂട്ടുകൂടിച്ച് അത് തകർത്ത് കാണാൻ നല്ല പുഞ്ചിരിയോടെ വരുന്ന ആഹാബുമാരെ ശ്രദ്ധിച്ചോണം. നിങ്ങൾക്ക് മുമ്പെയുള്ള പലരും തകർന്ന് തരിപ്പണമായത് അങ്ങനെയാണ് ആ ഭാവിയെ തകർക്കാൻ. അവിടെ പച്ചക്കറിത്തോട്ടം നടണം പോലും. വായിച്ചേ അടുത്തത്. എനിക്ക് മുന്തിരിത്തോട്ടം വിട്ടുതരണം, അത് കൊട്ടാരത്തിന്റെ സമീപമാണല്ലോ. രാജാവ് പറയുവാണ്, എനിക്ക് ആ മുന്തിരിത്തോട്ടം വിട്ടുതരണം. പൈസയാ വേണ്ടെങ്കിൽ ഞാൻ അങ്ങ് എണ്ണിത്തരും, ഇല്ലെങ്കിൽ വേറൊരു സ്ഥലം അതിന് ഇരട്ടിയായിട്ട് വേണേൽ തരും. പക്ഷേ ഈ മുന്തിരിത്തോട്ടം എനിക്ക് വേണം. ചിലതൊക്കെ ദുഷ്ട ഉദ്ദേശത്തോടെ സ്വന്തമാക്കാൻ നടക്കുന്നവരുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിടികിട്ടുന്നോ? ചില ദുഷ്ട ഉദ്ദേശത്തോടെ അത് സ്വന്തമാക്കാൻ പ്ലാൻ ഉണ്ടാക്കുന്നവരുണ്ട്. കൂടോത്രക്കാരൻ്റെ അടുത്ത് പോകുന്നവരുണ്ട്, മന്ത്രവാദിയുടെ അടുത്ത് പോകുന്നവരുണ്ട്. എന്തിനെന്നറിയോ? വാശി. അവൻ തകരണം, അവൻ്റെ ബിസിനസ് തകരണം, അവൻ്റെ ശുശ്രൂഷ തകരണം, അവൻ്റെ ജീവിതം തകരണം, അവൻ തകരുന്നത് എനിക്ക് കാണണം എന്ന് സുഹൃത്തുക്കളോട് പറയുന്നവരുണ്ട്. അയാൾ തകരുന്നത് എനിക്ക് കാണാൻ എൻ്റെ ഒരു വാശിയാണ്. നല്ലൊരു മുന്തിരിത്തോട്ടം വളവിടാനല്ല രാജാവ് പറഞ്ഞത്. കൊട്ടാരത്തിൻ്റെ അടുത്തല്ലേ, കുറച്ച് വളവും വെള്ളമൊക്കെ ഞാൻ കൊട്ടാരത്തിന് തരാമെന്നല്ല, എനിക്കതിപ്പോൾ വെട്ടണമെന്നാണ് പറഞ്ഞത്. നന്മയായിട്ടുണ്ടാകുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണം. വാക്കത്തിക്ക് മൂർച്ച കൂട്ടുന്നവർ അവിടെയും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആഹാബുമാർ എഴുന്നേറ്റ് തുടങ്ങിയിട്ടുണ്ട്, നോട്ട വിട്ടിട്ടുണ്ട്, ലക്ഷ്യം വിട്ടിട്ടുണ്ട്. ഒരു കരമുയർത്തി ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുറവാണ്. അടുത്തത്, അതിനേക്കാൾ മെച്ചമായ ഒരു മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാം. ഇപ്പോൾ പറയുവാണ്, രാജാവ് പറയുവാണ്, നാബോത്തിനോട് പറയുവാണ്, കുറച്ചുകൂടെ നല്ല ഒരു മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാം. ഇനി പൈസയാണ് വേണ്ടതെങ്കിൽ അതിന് നീ ചോദിക്കുന്ന പൈസ ഞാൻ തരാം. പണമാണ് വേണ്ടതെങ്കിൽ വില തരാം, വില ഞാൻ തരും. ഇനി അതിനേക്കാൾ നല്ല ഭൂമി വേണേൽ ഞാൻ തരാം. പക്ഷെ ഇതെനിക്ക് വേണം. നീ നട്ടു വളർത്തിയ മുന്തിരി ഇപ്പം എനിക്ക് വേണം. അതിനെ വളർത്താനല്ല, വെട്ടി നശിപ്പിക്കാൻ. ഹല്ലേലൂയ. ഇത് കുറേ പ്രാവശ്യം ഇരുന്ന് ചിന്തിക്കണം കേട്ടോ, എല്ലാ പ്രായത്തിലുള്ളവരും. കാരണം എന്തേലുമൊക്കെ ഒന്ന് നന്നായി വരുമ്പം അത് വെട്ടാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ട്. ഉണ്ടോ? നിങ്ങൾക്കത് പിടികിട്ടും. നിങ്ങളിവിടെ ഇരിക്കുന്ന മാതാപിതാക്കളാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് വരുമ്പോൾ അങ്ങ് നന്നായിക്കോളെന്ന് വിചാരിക്കരുത്. അവർ നന്നാകാതിരിക്കാൻ വാളും പരിചയ്ക്കും മൂർച്ച കൂട്ടുന്നവരുണ്ട്. എത്ര പേരുടെ ജീവിതമാ, ഭാവിയാ പോയത്. ചിലർക്ക് ഡിപ്രഷനൊക്കെ വന്ന് മുറിയിൽ നിന്ന് പുറത്തിറങ്ങത്തില്ലാതായിപ്പോയി. അവർക്ക് നല്ല കഴിവുള്ളവരാ, എവിടെ എത്തിയില്ല, ഒന്നും ആകാൻ പറ്റിയിട്ടില്ല. പുറകിൽ കിടന്നവർ പോലും ഒരുപാട് മുമ്പിലെത്തിക്കഴിഞ്ഞു. ആലോചിക്കുമ്പോൾ അവർക്ക് പിന്നെയും ഡിപ്രഷനാണ്, തകർന്നു പോവുകയാണ്, ചില്ലുപാത്രം പോലെ. ഇന്ന് പ്രാർത്ഥിക്കുക. അടുത്ത ഭാഗം വായിക്കുകയാണ്, ശ്രദ്ധിച്ചോ. എന്നാൽ നാബോത്ത് പറഞ്ഞു, ഇത് എൻ്റെ കാർന്നോന്മാരായിട്ട് എനിക്ക് അപ്പനപ്പനായിട്ട് കിട്ടിയൊരു ഭൂമിയാണ്. രാജാവ് ഇത് മാത്രം ചോദിക്കല്ല്. ഇത് രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. നാബോത്ത് പറഞ്ഞു, എനിക്ക് വേറെ സ്ഥലവും വേണ്ട, പൈസയും വേണ്ട, ഇതെൻ്റെ അപ്പനായിട്ട് തന്നതാന്ന് പറഞ്ഞു. വായിച്ചേ. എന്നാൽ നാബോത്ത് പറഞ്ഞു, എൻ്റെ പിതൃസ്വത്ത് എൻ്റെ അപ്പനപ്പനായിട്ട് എനിക്ക് തന്നതാ. എൻ്റെ മാതാപിതാക്കൾ എനിക്ക് തന്ന ഭൂമിയാണിത്. എൻ്റെ കാർന്നോന്മാരായിട്ട് എനിക്ക് തന്ന ഭൂമിയാണിത്. ഇത് വിൽക്കുന്നതിന് കർത്താവ് ഇടയാക്കാതിരിക്കട്ടെ. ഈ സ്ഥലം വിൽക്കാൻ ദൈവം ഇടവരുത്താതിരിക്കട്ടെ. ഇതെനിക്ക് എൻ്റെ കാർന്നോന്മാരായിട്ട് തന്ന 2 ഏക്കർ ഭൂമിയാണ്, കുറച്ച് ഭൂമിയാണ്. ഞാൻ അവിടെ രാവും പകലും അധ്വാനിച്ചിട്ട് ഈ മുന്തിരി വളർത്തി ഒരു തോട്ടമാക്കിയതാണ്. ഇത് ഞാൻ വിൽക്കത്തില്ല എന്ന് പറഞ്ഞു. ഇതാർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നറിയാം? രാജാവിന് ഇതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. രാജാവ്, എൻ്റെ പിതൃസ്വത്ത് ഞാൻ അങ്ങേക്ക് നൽകുകയില്ല. അപ്പോൾ നാബോത്ത് പറഞ്ഞു, എൻ്റെ അപ്പനായിട്ട് നൽകിയ സ്വത്ത് ഞാൻ നിനക്ക് തരത്തില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആഹാബ് രാജാവിന് ദേഷ്യം വന്ന്, ഭയങ്കര ദേഷ്യമായി. രാജാവാണ് ഞാൻ, ഈ സ്ഥലം എനിക്ക് തന്നേ പറ്റുള്ളൂ, തരികയെന്ന് പറയാൻ നീ ആരാണ്? അദ്ദേഹം രോഷാകുലനായി രാജാവ്. എന്നിട്ട്
വായിച്ചോ. രോഷാകുലനായി സ്വഭവനത്തിലേക്ക് മടങ്ങി. കൊട്ടാരത്തിൽ അദ്ദേഹം താമസിക്കുന്ന വീട്ടിലേക്ക് പോയി. ഇനി ശ്രദ്ധിച്ചെല്ലാവരും, പുള്ളി അന്ന് ഫുഡ് കഴിച്ചില്ല, വെള്ളവും കുടിച്ചില്ല, പോയി കട്ടിലേ കിടന്നു. അപ്പോൾ ഭാര്യയ്ക്ക് എന്തോ ഒരു സംശയം. ഭാര്യ ചോദിച്ചു, എന്നാ പറ്റി, എന്താ നിങ്ങൾക്കൊരു മൂഡൗട്ട്, എന്താ ടെൻഷൻ? അപ്പോൾ ആഹാവ് പറഞ്ഞു, ഒന്നുമില്ല, നീ കിടക്കാൻ നോക്ക്. അല്ല, നിങ്ങൾ ഫുഡ് കഴിച്ചില്ലല്ലോ, എന്താ ഭക്ഷണം കഴിക്കാത്തത്, നിങ്ങളുടെ മുഖം എന്താണെന്നറിയില്ല, വല്ലാണ്ടിരിക്കുന്നു. ഭാര്യ പതുക്കെ ന്യൂസ് ചോദിച്ചറിഞ്ഞു. അത് അങ്ങനെ ഒരു കഴിവ് ഇങ്ങനെയുള്ളവർക്ക് കൂടുതലായിട്ടുണ്ട്, ഇല്ലയോ? എങ്ങനെയാലും ആ ന്യൂസ് കണ്ടുപിടിക്കും, ഇല്ലേ? കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണെന്നറിയത്തില്ല. വായിച്ചേ. അവൻ്റെ ഭാര്യ ജസബൽ അടുത്ത് വന്ന് ചോദിച്ചു. ഭാര്യയുടെ പേരെന്താ? ജസബൽ അടുത്ത് വന്ന് ചോദിച്ചു. ഭർത്താവ് രാജാവാണ്. ചോദിച്ചു, എന്താ മുഖം വല്ലാണ്ടിരിക്കുന്നേ, നിങ്ങളൊന്നും ശാപ്പാടുന്ന് കഴിച്ചില്ലല്ലോ, ഇന്ന് ഭക്ഷണമൊന്നും കഴിക്കാതെ കിടന്നുറങ്ങുവാണ്, എന്താ പറ്റി? ഭാര്യയ്ക്കറിയില്ല ഈ വിഷയം. അപ്പോൾ വായിക്കുക. അങ്ങ് എന്താണ് ഇത്ര ക്ഷോഭിച്ചിരിക്കുന്നത്? അല്ല, മുഖം എന്തോ പോലെ ഇരിക്കുന്നു, ദേഷ്യമാണല്ലോ, എന്നാ പറ്റി എന്ന് ചോദിച്ചു. ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ, ഫുഡ് കഴിച്ചില്ലല്ലോ, ഭക്ഷണം കഴിച്ചില്ല. നിങ്ങൾ സാധാരണ 8 മണിയാകുമ്പോൾ അത്താഴം കഴിക്കുന്നതല്ലേ, നിങ്ങളിന്ന് ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ, എന്തോ മുഖത്തൊരു വിഷമമുണ്ടല്ലോ, ഒരു ദേഷ്യമുണ്ടല്ലോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു ജസ്രയേൽക്കാരനായ നാബോത്തിനോട്. അപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, അതെ, നമ്മുടെ ഈ കൊട്ടാരത്തിൻ്റെ ഈ അപ്പുറത്തുള്ള ജസ്രയേൽക്കാരനായ നാബോത്തിൻ്റെ ആ മുന്തിരിത്തോട്ടം ഞാൻ ചോദിച്ചു, അവൻ തന്നില്ല, എനിക്ക് ഭയങ്കര ദുഃഖമുണ്ടെന്ന് പറഞ്ഞു. വായിച്ചേ. അവൻ്റെ മുന്തിരിത്തോട്ടം വിലയ്ക്ക് തരിക, അല്ലെങ്കിൽ വേറൊന്നിന് പകരമായി തരിക എന്ന് ഞാൻ പറഞ്ഞു, എന്നാൽ തരുകയില്ല എന്നവൻ പറഞ്ഞു. തരികയില്ലെന്ന് പറഞ്ഞു. ആര് തരികയില്ലെന്ന് പറഞ്ഞു? നാബോത്ത് പറഞ്ഞു. ഇദ്ദേഹം ഭാര്യയോട് പറയുവാണ്, അവൻ തരികയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറയുവാണ്, ഒരു ദുഷ്ട മനസ്സുള്ള ഭാര്യയാണ് ഇദ്ദേഹത്തിൻ്റേത്. എങ്ങനെ മനസ്സിലായി? ഭാര്യയുടെ ഒരു കുബുദ്ധി, ഒരു ദുഷ്ടബുദ്ധി ഭർത്താവിനോട് പറയുവാണ്, നിങ്ങൾ വിഷമിക്കണ്ട, അത് ഞാൻ കാണിച്ചു തരാം പരിപാടി. ഇനി ഭാര്യയുടെ ബുദ്ധിയിൽ ഒരു ദുഷ്ടബുദ്ധി, അവനെ കൊന്നുകളയാനുള്ള ബുദ്ധി. എന്തിനു വേണ്ടിയെന്ന് ഓർക്കണം. ഒരു 2 ഏക്കർ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ഒരാളെ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. നോക്കൂ, ഒരു കാര്യം ഇല്ലാതാക്കാൻ എന്തേരം പ്ലാനാണ് ഇപ്പം നടക്കുന്നത്. നമ്മൾ ചിന്തിക്കും, നമ്മൾ ഇച്ചിരി അധ്വാനിച്ച് കാശുണ്ടാക്കിയെന്നവർക്ക് അവർക്കെന്താ ഇത്ര ഛേദം? ഇല്ല, പലർക്കും ഭയങ്കര വിഷമമുണ്ട്, പലർക്കും നല്ല പ്ലാനുണ്ട്, പലർക്കും പല ദുഷ്ട ഉദ്ദേശങ്ങളുണ്ട്. ഉദ്ദേശങ്ങൾ പലർക്കും പലരുടെയും ഉദ്ദേശങ്ങൾ പിടികിട്ടിയിട്ടില്ല. ഒരാൾ അടുത്ത് വന്ന് അരമണിക്കൂർ സംസാരിക്കുമ്പോൾ അയാൾ വന്നതിൻ്റെ ഉദ്ദേശം മനസ്സിൽ പിടികിട്ടിക്കോണം. അങ്ങനെ ഒരു ദൈവഭക്തൻ ഒരു മനുഷ്യൻ പറയുവാണ്, എനിക്ക് ദൈവം ഒരു അനുഗ്രഹം തന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, സത്യസന്ധമായി ദൈവത്തെ വിളിക്കുന്ന, ദൈവത്തോട് ബന്ധമുള്ള ഒരുത്തനാണെങ്കിൽ അവനോട് സംസാരിക്കുന്ന 20 മിനിറ്റിനുള്ളിൽ അവന് പിടികിട്ടും ഇയാൾ നല്ല ഉദ്ദേശത്തോടെയാണോ ഇപ്പം എൻ്റെ അടുത്ത് വന്നേ, അതോ കുരുട്ടുബുദ്ധിയോടെയാണോ വന്നതെന്ന്. നിങ്ങളും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരോട് പറയട്ടെ, നിങ്ങളുടെ അടുത്ത് വരുന്ന പലർക്കും നല്ല ഉദ്ദേശങ്ങൾ ആയിരിക്കില്ല. ചിലർക്ക് നിങ്ങളെ വെട്ടിക്കളയാൻ, ആ മുഖത്തെ ചിരി മായ്ച്ചു കളയാനുള്ള ദുഷ്ട ഉദ്ദേശമായിരിക്കും. ശ്രദ്ധിക്കണം. ഇവിടെ ഭാര്യയുടെ ബുദ്ധി ഓർത്തെ. ഭാര്യ പറയുവാണ്, 7-ാമത്തെ വാക്യം, ഭാര്യ പറയുക രാജാവിനോട്, ഭർത്താവിനോട് പറയുക, ജസബൽ പറഞ്ഞു, അങ്ങാണോ ഇസ്രായേൽ ഭരിക്കുന്നത്? അദ്ദേഹം ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങളല്ലേ രാജ്യം ഭരിക്കുന്നത്, നിങ്ങളല്ലേ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആള്, നിങ്ങൾ പറയുന്നവ കേൾക്കണ്ടേ, നിങ്ങളല്ലേ രാജ്യം ഭരിക്കുന്നത്, നിങ്ങൾ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക, ബാക്കി ഞാൻ നോക്കാം, നിങ്ങൾ എഴുന്നേറ്റ് ഫുഡ് കഴിക്കുക. യസ്രയേൽക്കാരനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് മേടിച്ചു തരുന്നു. അപ്പോൾ ഇനി ബുദ്ധിയാണ്, നോർമൽ ബുദ്ധിയല്ല, ഒരുത്തനെ തകർത്ത് കൊന്നുകളയുന്ന ബുദ്ധി, ഒരാളെ നശിപ്പിക്കുന്ന ബുദ്ധി വീട്ടിൽ ഇരുന്ന് ആലോചിക്കല്ലേ, അത് കുടുംബത്തിൻ്റെ തകർച്ചയാണ്.
നിങ്ങളുടെ വീട്ടിലിരുന്ന് ഒരിക്കലും ആലോചിക്കരുത് അവൻ്റെ കല്യാണം മുടക്കണമെന്ന്, ആ സ്ഥലക്കച്ചവടം മുടക്കണം, അങ്ങനെ അവൻ ഷൈൻ ചെയ്യണ്ട എന്ന് ആലോചിക്കരുത്. നമ്മുടെ ആലോചനകൾ പോലും ശ്രദ്ധിക്കുന്നൊരു ദൈവമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. വേറൊരുത്തൻ്റെ കണ്ണുനീര് കാണാൻ ആഗ്രഹിക്കല്ല്. വേറൊരുത്തൻ്റെ തകർച്ചയ്ക്ക് കാരണമായത് ചെയ്തു കൂട്ടല്ല്. അത് കുടുംബം തന്നെ തകർന്നു പോകാൻ ഇടയാകും. ഒരാളെ ശ്രദ്ധിച്ച്, ഒരാൾ നശിക്കാൻ കുളത്തിൽ പോകണ്ട, കടലിൽ പോകണ്ട, പുഴയിൽ വീഴണ്ട. ഒരു മനുഷ്യൻ നിങ്ങളെ നോക്കി മനസ്സു വേദനിച്ചെങ്ങാനും കരഞ്ഞു പോയാൽ അയാളുടെ കണ്ണിലൂടെ വന്ന ഒറ്റത്തുള്ളി കണ്ണുനീർ മതി ഒരു മനുഷ്യനില്ലാതായി പോകാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയും, അഭിപ്രായം പറയും, അത് വേറെ കാര്യം. പക്ഷെ വേറൊരാളുടെ ജീവിതം തകർക്കുന്നത് ചെയ്യരുത്. അവൻ്റെ ആരോഗ്യം തകർക്കുന്നത് ചെയ്യരുത്. അവൻ്റെ ഭാവിയെ തകർക്കുന്നത് ചെയ്യരുത്. അത് ദൈവത്തിൻ്റെ സന്നിധി കണക്കുള്ളതാണ്, കണക്ക്. ഒരു കരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇനി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളും ചില കാര്യങ്ങൾ ഇന്ന് വചനം കേട്ടതിലൂടെ പഠിക്കുക. ഇതൊരു 15 അരമണിക്കൂറോ പ്രഭാഷണം നടത്തിയിട്ട് എല്ലാ ദിവസവും വെള്ളിയാഴ്ചത്തെ ഒരു ക്ലാസ് കഴിഞ്ഞു എന്നുള്ളൊരു ക്ലാസ് അല്ല ഇത്. എനിക്കൊരു പാഠമാണ്, ഇത് നിങ്ങൾക്കൊരു പാഠമാണ്. ചിലർ നമ്മുടെ കൂടെ കൂടുന്നത് നല്ല ഉദ്ദേശത്തോടെ അല്ല. ചിലർ നമ്മുടെ അടുത്ത് വന്ന് ചിരിക്കുന്നത് കഴുത്തിനൊരു കത്തി വെക്കണം എന്നുള്ള ദുഷ്ട ഉദ്ദേശത്തോടെയാണ്. ആ മുന്തിരിത്തോട്ടം നശിപ്പിക്കണം, അങ്ങനെ അത് ഉണ്ടാക്കണ്ട എന്ന് ചിന്തിച്ചാണ്. ഇപ്പോൾ ഭാര്യയുടെ ആലോചന നോക്കണം. ഭാര്യ പറയുവാണ്, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, ആദ്യം ഞാൻ മേടിച്ചു തരാമെന്ന്. ഇനി ഭാര്യയുടെ ബുദ്ധി നോക്കണം. 8ാമത്തെ വാക്യം, അവൾ ആഹാബിൻ്റെ പേരും മുദ്രയും വെച്ച് നഗരത്തിൽ നാബോത്തിനോടൊപ്പം വസിക്കുന്ന ശ്രേഷ്ഠന്മാർക്കും പ്രഭുക്കന്മാർക്കും കത്തയച്ചു. രാജാവിൻ്റെ ഒപ്പും മുദ്രയും, ആ ഒരു മുദ്രയുമുള്ള ഒരു ലെറ്റർ ഹെഡ് ഒക്കെ ഉണ്ട്. അതേലൊരു കത്തെഴുതി. ആർക്ക് കത്തെഴുതി? നാബോത്തിനൊപ്പം താമസിക്കുന്ന ശ്രേഷ്ഠന്മാർക്കും പ്രഭുക്കന്മാർക്കും ഒരു ലെറ്റർ എഴുതി. ആരാ എഴുതിയത്? ജസബൽ. ജസബൽ എന്ന് പറഞ്ഞ ആരാണ്? ഈ രാജ്യത്തിൻ്റെ രാജാവിൻ്റെ ഭാര്യയാണ്. ദുഷ്ടബുദ്ധിയുള്ളൊരു സ്ത്രീയാണ്. മനസ്സ് ശുദ്ധമല്ലാത്തൊരു സ്ത്രീയാണ്. കത്തെഴുതി. എന്തെന്ന് എഴുതിയ കത്ത് നോക്കൂ. അതിൽ ഇങ്ങനെ എഴുതി, നിങ്ങളൊരു ഉപവാസം പ്രഖ്യാപിക്കുകയും. കേട്ടാൽ എന്നാ നല്ല കാര്യമാ. നിങ്ങളൊരു ഉപവാസം നല്ലതല്ലേ? ഉപവാസം എന്തു നല്ല കാര്യമാണ്, എന്ത് നല്ല സ്ത്രീയാന്ന് നമുക്ക് തോന്നും. മനസ്സ് ശുദ്ധമല്ലാത്ത ഒരു സ്ത്രീ, ഒരാളുടെ ഭാര്യ, ദുഷ്ട മനസ്സ്. നമ്മൾ പറയില്ലേ, ചിരിച്ചോണ്ട് ഇങ്ങനെ കഴുത്തിറക്കുന്ന ഒരാൾ. ഇങ്ങനെ ചിരിച്ചോണ്ട് കഴുത്തിറക്കുമ്പോൾ ഇങ്ങനെ കഴുത്തിൻ്റെ പകുതി ആകുന്നവരെ അറിയത്തില്ലെന്നേ. ആ ചിരിയിൽ അങ്ങ് ലയിച്ചു പോവും. പകുതി എത്തുമ്പോഴേ നമ്മൾ അറിയുള്ളൂ, ഇത് കത്തി ഞരമ്പും പകുതി മുറിഞ്ഞു പോയല്ലോ, എൻ്റെ ജീവൻ പോയല്ലോ, ജീവിതം പോയല്ലോ. അതായത് ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന ഒരു സ്ത്രീ, ഇയാളുടെ ഭാര്യ ഒരു കുബുദ്ധി ഉണ്ടാവുകയാണ്. ഒരു ലെറ്റർ എഴുതിയിരിക്കുകയാണ്, ഉപവാസം പ്രഖ്യാപിക്കണം പോലും. എന്തിനെന്നറിയോ? 2 ഏക്കർ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ഇപ്പോൾ ഉപവാസം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരാളുടെ നന്മയെ വെട്ടിക്കളഞ്ഞ് അവിടെ ചീരയും പയർ നടാൻ ഇയാളുടെ ഭാര്യ ഉപവാസം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വേറൊരാളുടെ കാര്യത്തെ തകർന്നു പോകാൻ ഒരു ഉപവാസവും പ്രഖ്യാപിച്ചേക്കല്ലേ. വേറൊരാൾ തകർന്നു പോകാൻ ഇവിടെ ആരും പ്രാർത്ഥിച്ചേക്കരുത്. വേറൊരാൾ നശിച്ചു പോകാൻ നമ്മൾ ആരും പ്രാർത്ഥിക്കില്ല. അയാൾ തകർന്നു പോകണം, ആ കൊച്ചിൻ്റെ കല്യാണം നടക്കല്, അവർ രണ്ടും അടിച്ചു പിരിയണം, ഇങ്ങനൊന്നും ആരും പ്രാർത്ഥിക്കരുത്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവൻ രക്ഷപ്പെടണം, അവൻ അനുഗ്രഹത്തോടെ ജീവിക്കണം, അവന് നല്ല പേരയും വീടും ഒക്കെ വേണം, അവന് സഞ്ചരിക്കാൻ നല്ലൊരു വണ്ടി കൊടുക്കണം, അവൻ്റെ ജീവിത സന്തോഷത്തിലാകണം, അവർ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം. അത് അസൂയില്ലാത്ത പ്രാർത്ഥനയാണ്. ഇത് അസൂയുള്ള ഒരാൾ ഉപവാസം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഉപവാസം പ്രഖ്യാപിച്ച് ജനത്തെ വിളിച്ചുകൂട്ടി അവിടെ നാബോത്തിനെ പ്രധാന സ്ഥാനത്തിരുത്തുകയും ചെയ്യുവിൻ. കൊല്ലാനുള്ളവനെ ഇപ്പൊ എവിടെയാ ഇരുത്തുന്നേ? പ്രധാന സ്ഥാനത്ത്. നിങ്ങളെ ആരെങ്കിലും ഒക്കെ വലിയ വായിൽ അങ്ങ് പുകഴ്ത്തി അങ്ങ് പറയുമ്പോൾ ശ്രദ്ധിക്കണം, എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇപ്പം കൊല്ലാനുള്ളവനെ കയറ്റി ഇരുത്തിയിരിക്കുക. ഉപവാസം പ്രഖ്യാപിച്ച് നാബോത്തിനെ പ്രധാന സ്ഥാനത്തിരുത്തണം. ഞാൻ ഇവിടെ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചേ. നമ്മളെയൊക്കെ ഇങ്ങനെ ചിലരിങ്ങനെ പൊക്കി പിടിക്കും പ്രധാന സ്ഥാനത്ത്. വിശ്വസിച്ചേക്കരുത്.
വിശ്വസിക്കരുത്. അയ്യോ എന്നാ പ്രസംഗമാ, എന്നാ പാട്ടാ ജോണേ, വിശ്വസിക്കരുത്. എന്തോ ചതിയുണ്ട്, എല്ലാത്തിലുമല്ല, ചിലതിനകത്ത്. എന്നാ രസമാ പുള്ളിനെ കാണാൻ, എന്തോ ഒരു നല്ല വീടായത്. ഇങ്ങനെ ഒത്തിരി വലിയ വാക്ക് പറയുന്നവരെയൊന്നും അധികം ഇച്ചിരി വിശ്വസിക്കണ്ട. ഇവിടെ ഇപ്പം നാബോത്തിനെ എവിടെ ഇരുത്തിയേ? പ്രധാന സ്ഥാനത്ത്. ഞാനിതെന്തിനാ പറയുന്നതെന്ന് അറിയാമോ? നമ്മളെയൊക്കെ ഇങ്ങനെ ചില കാര്യങ്ങളെ തകർന്നു കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നും പ്രാർത്ഥിക്കണം. നാബോത്ത് ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടില്ല. എന്ത്? കർത്താവേ, എന്നെയും എനിക്കുള്ളതിനെയും നിൻ്റെ സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു നാബോത്താണെങ്കിൽ ഇവളുടെ ഒരു കളിയും അവൻ്റെ അടുത്ത് വില പോകില്ലായിരുന്നു. നാബോത്തിന് പിടികിട്ടും, ഇത് ദുഷ്ട ഉപദേശവാ, എന്നെ ഇവർ കഴുത്തിന് കത്തി വെക്കാനായി പ്രധാന സ്ഥാനത്തിരുത്തുന്നത് നാബോത്തിന്. പക്ഷെ നാബോത്തിനൊന്നും പിടികിട്ടിയില്ല. നാബോത്ത് വിചാരിച്ച് ലോട്ടറി അടിച്ചതാണെന്ന്. എന്തോ ഭയങ്കര സംഭവം. രാജാവിൻ്റെ ഭാര്യ ഇപ്പോൾ ഇടപെട്ട് എനിക്ക് ഒരിക്കലും കിട്ടാത്ത സ്ഥാനം കിട്ടിയിരിക്കുന്നു. പക്ഷേ ഇത് കഴുത്തിന് കത്തി വെക്കാനാന്ന് പിന്നെ അറിഞ്ഞത്. വായിക്കടുത്തത്, അവനെതിരായി 2 നീചന്മാരെ കൊണ്ടുവരുവിൻ. എന്നിട്ട് പ്രധാന സ്ഥാനത്തിരുത്തി 2 പേരെ കൊണ്ടുവന്നു. 2 നല്ലവരെയാണോ? 2 നീചന്മാരെ, 2 ദുഷ്ടന്മാരെ കൊണ്ടുവന്നിട്ട് ഒരു കള്ളസാക്ഷി പറയിപ്പിച്ചു. എന്നാ പറഞ്ഞു നോക്ക്. നാബോത്ത് ദൈവത്തിനും രാജാവിനുമെതിരായി ദൂഷണം പറഞ്ഞു എന്ന് അവർ കള്ളസാക്ഷ്യം പറഞ്ഞു. അവനെ പ്രധാന സ്ഥാനത്തിരുത്തി ഒരു ഇല്ലാ കഥയുണ്ടാക്കുക. അവൻ ദൈവത്തിനും രാജാവിനുമെതിരെ വേണ്ടാത്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് 2 പേരെ കൊണ്ട് സദസ്സിൽ പറയിപ്പിച്ചു. എന്നിട്ടോ അപ്പോൾ അവനെ പുറത്ത് കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലാനാ അപ്പം കൊണ്ടോ ഇരുത്തിയതല്ലേ? കല്ലെറിഞ്ഞ് കൊല്ലാനാണല്ലേ? ഇത് ആരുടെ പ്ലാനാണ്? ഇതൊരു പെണ്ണിൻ്റെ ബുദ്ധിയിലുണ്ടായ പ്ലാനാണ്. നമ്മളൊക്കെ നല്ലതായിട്ട് വരുമ്പോൾ പലരുടെയും ബുദ്ധിയിൽ പല പ്ലാനുകളും തകർക്കാൻ, നശിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ പലരും കെട്ടുകെട്ടുകളായി പ്ലാനുകൾ ഉണ്ടാക്കുന്നുണ്ട്. ദുഷ്ടന്മാരുടെ പ്ലാൻ വിജയിക്കാതിരിക്കണം എന്നാണെന്നറിയോ? ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കണം, മറക്കല്ല്. കർത്താവേ, എന്നെയും എൻ്റെ ശുശ്രൂഷയെയും എൻ്റെ ആരോഗ്യത്തെയും എൻ്റെ ബിസിനസ്സിനെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ എല്ലാവരെയും ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകലരെയും നിൻ്റെ സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചു തന്ന് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചത് സത്യമാണെങ്കിൽ ഒരാഹാബിനും ഒരു ജസബലിനും അവരുടെ ഒരു ദുഷ്ട പദ്ധതിക്കും നിങ്ങളെ ആരെയും തോൽപ്പിക്കാൻ കഴിയത്തില്ല. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. ഈ ലോകത്തൊരാൾക്കും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇരിക്കുന്ന ഒന്നിനെ തട്ടിത്തെറിപ്പിച്ചെടുക്കാൻ കഴിയത്തില്ല. ആ കഴിയത്തിൽ 1000 പൊന്നാണയങ്ങൾ കൊടുത്താലും കിട്ടാത്തൊരു അനുഗ്രഹമായത് ദൈവത്തിൻ്റെ സംരക്ഷണം. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇനി നിങ്ങൾ എല്ലാവരും ഒന്ന് ഓർത്തേ, ഇത് എന്തിനു വേണ്ടിയാ? ഒരു 2 ഏക്കർ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ഇത്രയും വലിയ പ്ലാനോ? ഇങ്ങനെ ഒരാളെ കൊല്ലേണ്ട ആവശ്യമുണ്ട്? അപ്പുറത്ത് 2 ഏക്കർ സ്ഥലം മേടിച്ച് രാജാവല്ലേ മുന്തിരി നട്ടുപിടിപ്പിച്ചാൽ പോരെ? കൃത്യം ഇത് തന്നെ വേണോ പുള്ളിക്ക്? ഇതൊക്കെ നമുക്കൊരു പാഠമാകട്ടോ. എന്തെങ്കിലുമൊക്കെ നല്ലതായി വരുമ്പോൾ പലർക്കും പല പ്ലാനുകളും ഉണ്ട്. പലർക്കും പല പ്ലാനുകളുണ്ട്. പല പ്ലാനോടെയാ പലരും മെസ്സേജ് അയക്കുന്നേ, പല പ്ലാനോടെയാ പലരും വിളിക്കുന്നേ, പല പ്ലാനോടുകൂടിയാണ് നമ്മളെയൊക്കെ പ്രമുഖ സ്ഥാനത്ത് ചില സമയത്ത് കയറ്റി ഇരുത്തുന്നത്, വലിയ വർത്താനം പറയുന്നത്. കല്ലെറിഞ്ഞ് കൊല്ലാനാന്ന് നാബോത്തിന് മാത്രം പിടികിട്ടിയില്ല. ഇതകത്തെ ഒരു കളിയാ. ഇവിടെ ശ്രദ്ധിച്ചോ, നമ്മളെ ആരും തകർക്കാതിരിക്കാൻ ഇപ്പോൾ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും നിൻ്റെ സുരക്ഷിത കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. 5 രൂപ മുടക്കില്ലാത്തൊരു പ്രാർത്ഥനയാണ്. 10 രൂപ സ്വത്രക്കാഴ്ച പോലും ഇടാതെ പ്രാർത്ഥിക്കാൻ പറ്റിയൊരു പ്രാർത്ഥനയാണ്. 1 പൈസ മുടക്കോ ആർക്കുമില്ല ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും പ്രാർത്ഥിച്ചേ. ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരു നിമിഷം കണ്ണുകളെ അടച്ചൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, നാബോത്തിൻ്റെ ആ മുന്തിരിത്തോട്ടം പിടിച്ചെടുക്കാൻ വേണ്ടി എന്തെല്ലാം പ്ലാനാ, എന്തെല്ലാം ദുഷ്ടബുദ്ധിയാ. ഒരാളെ രക്ഷപ്പെടുത്താനല്ല പ്ലാൻ, ഒരുത്തനെ ഇല്ലാതാക്കാൻ. നാബോത്തിന് മുന്തിരിത്തോട്ടം ഉള്ളതുപോലെ നമുക്കൊക്കെ ചിലതുണ്ട്. എനിക്ക് നല്ല ശുശ്രൂഷയുണ്ട്.
എനിക്ക് നല്ല സാമ്പത്തികമുണ്ട്, വീടുണ്ട്, കാറുണ്ട്, മക്കളുണ്ട്, നമുക്കൊക്കെ ചിലതുണ്ട്. പക്ഷെ അതിനെയൊക്കെ ദുഷ്ട ഉദ്ദേശത്തോടെ നശിപ്പിക്കാൻ, വെട്ടിക്കളയാൻ നോക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിച്ച്, അല്ല ഇതൊന്നും എനിക്ക് ബാധകമല്ല, ഇതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ലെന്നൊന്നും പറയരുത്. എന്നെ നശിപ്പിക്കാൻ ചിലർ വാക്കത്തേക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടായിരിക്കുന്നത്, ചിലർ വലിയ പ്ലാനും പദ്ധതിയൊക്കെ അപ്പുറത്തുണ്ടാക്കിക്കൊണ്ടായിരിക്കുന്നത്. ഒരു ശക്തിക്കും തകർക്കാൻ കഴിയാത്ത വിധം, ഒരു തിന്മയ്ക്കും കയറി ആക്രമിക്കാൻ കഴിയാത്ത വിധം നിങ്ങളായിരിക്കണമെങ്കിൽ പറഞ്ഞ്, കർത്താവ് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ പിള്ളേരെയും എൻ്റെ ആരോഗ്യത്തെയും നിന്റെ സുരക്ഷിത കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു, ഞാൻ ഏൽപ്പിച്ചു തരുന്നു. ഒരു കരം ഉയർത്തി ഉറക്കി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞില്ല, പക്ഷെ എന്നാലും ഇതൊന്ന് പ്രാർത്ഥിക്കാതെ എങ്ങനെയാണ് കടന്നു പോവുക? നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തേ, നാബോത്തിന് മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്ന പോലെ നമുക്കൊക്കെ ചിലത് അനുഗ്രഹമായിട്ടുണ്ട്. അതൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ദൈവം നിങ്ങൾക്ക് ചിലർ നല്ല കുടുംബജീവിതം തന്നിട്ടുണ്ട്. അത് നശിപ്പിച്ച് തകർത്ത് കളയാൻ ചിലർക്ക് ചില ഉദ്ദേശമുണ്ട്. പിള്ളേരുടെ ഭാവി തകർത്ത് കളയാൻ ചില ഉദ്ദേശമുണ്ട്. ഒരു സ്ഥലത്ത് ഒരാൾ വന്ന് പറയുക, ഞങ്ങളുടെ കുടുംബക്കാർ തന്നെയാണ് ഞങ്ങളുടെ മകന് കഞ്ചാവ് വലിക്കാൻ മേടിച്ച് കൊടുത്ത് വലിപ്പിച്ചത്. കുടുംബക്കാരോ? അതെ, ഞങ്ങളുടെ കുടുംബക്കാരാ. പറഞ്ഞാൽ വലിയ വഴക്കുണ്ടാകും. അവനെ കഞ്ചാവ് കൊടുത്ത് വലിപ്പിച്ച് അവനെ ഇന്ന് അഡിക്ഷനാക്കി. അവൻ്റെ ഭാവി അപ്പോൾ പഠിക്കാൻ പോകുന്നില്ല, കോളേജിൽ പോകുന്നില്ല, ഇന്ന് വീട്ടിൽ കിടന്ന് ഭയങ്കര ബഹളവാ. അങ്ങനെ സ്വഭാവക്കാരനല്ലായിരുന്നു. കുടുംബക്കാരന് ഒരുത്തൻ തന്നെ ഇത് അവന് കുറച്ചൊക്കെ വലിച്ചാൽ കുഴപ്പമില്ലടാ എന്ന് പറഞ്ഞ് കൊടുത്ത് അവൻ്റെ ഭാവിയെ വെട്ടിക്കളഞ്ഞു. എല്ലാ കണ്ണുകളും അടച്ചൊരു നിമിഷം പ്രാർത്ഥിച്ച്, കർത്താവേ, എന്നെയും എനിക്കുള്ളതിനെയും നിന്റെ സുരക്ഷിത കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. ആഹാബും ജസബലും ഇന്നും ഉണ്ട് കേട്ടോ. ആഹാബും ജസബലും ഇന്നും ഉണ്ട് കേട്ടോ. ദുഷ്ട ഉദ്ദേശങ്ങളോടെ പ്ലാൻ ഉണ്ടാക്കുന്നവർ ഇന്നും ഉണ്ട് കേട്ടോ. മന്ത്രവാദിയുടെ അടുത്ത് പോയി പൈസയും കൊടുത്ത് മന്ത്രം ചെയ്യുന്നവരുണ്ട്. കൂടോത്രക്കാരൻ്റെ അടുത്ത് പോയി കൂടോത്രം ചെയ്യുന്നവരും ചെയ്യിപ്പിക്കുന്നവരുമുണ്ട്. എന്നറിയോ? വാശി. അവനെ തകർക്കണം, അവൻ്റെ ബിസിനസ്, അവൻ്റെ സാമ്പത്തികം ഇല്ലാതാക്കണം, അവൻ്റെ വാഹനം ഇല്ലാതാക്കണം, അതിന് അപകടം സംഭവിക്കണം, തകർന്ന് കാണണം. ഭയങ്കര വൈരാഗ്യമുള്ളവർ, വാശിയുള്ളവർ, ദേഷ്യമുള്ളവർ, പകയുള്ളവർ ഇതിനെന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സുരക്ഷിത കരങ്ങളിൽ ആണ്ടിലൊരിക്കലല്ല, എല്ലാ ദിവസവും ആയുസ്സുള്ളിടത്തോളം കാലം ഇങ്ങനെ പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, 1000 പൊന്നാണയങ്ങൾ കൊടുത്താൽ പോലും കിട്ടാത്ത ഒരനുഗ്രഹം ദൈവം തരും. നിന്നെ ദൈവം ഉള്ളം കയ്യിൽ എന്ന പോലെ സംരക്ഷിക്കും. അപ്പോൾ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചതുപോലെ ഒരു പ്രാർത്ഥനയുണ്ട്, ഒരു ദോഷവും വരാൻ ദൈവം സമ്മതിക്കത്തില്ല, ഒരു അനർത്ഥവും നിന്റെ കൂടാരത്തിൽ വരിക, ഒരു തിന്മയും നിന്റെ ജീവിതത്തിൽ വരത്തില്ല. നാബോത്തുണ്ടല്ലോ, നാബോത്ത് അന്നങ്ങ് നന്നായി പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ, നാബോത്ത് സർവശക്തന്റെ കരങ്ങളിൽ ആ മുന്തിരിത്തോട്ടത്തെയും തൻ്റെ സൗഭാഗ്യത്തെയും ഏൽപ്പിച്ചു കൊടുത്തായിരുന്നെങ്കിൽ, ഞാൻ വിചാരിക്കുന്നു, ഞാൻ ചിന്തിക്കുന്നു, ഒരാഹാബിനും ഒരു ജസബലിനും ഈ നാബോത്തിനെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നുവെന്ന്. നാബോത്ത് അത് മാത്രം പ്രാർത്ഥിച്ചില്ല. നമുക്ക് പണം മാത്രം പോരാ, ആരോഗ്യം മാത്രം പോരാ, വീടും കാറും എല്ലാം മാത്രം പോരാ, അതിന് ദൈവീക സംരക്ഷണം കൂടി വേണം. ദൈവത്തിന്റെ സംരക്ഷണം കൂടി വേണം. നിങ്ങളുടെ പിള്ളേർക്ക് അത് വേണം, നിങ്ങളുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അത് വേണം, വിവാഹം കഴിച്ചവർക്ക് അത് വേണം, വിവാഹ ജീവിതം പ്രവേശിക്കുന്നവർക്ക് അത് വേണം, ബിസിനസ്സുകാർക്ക് അത് വേണം, രാഷ്ട്രീയക്കാർക്ക് അത് വേണം, ഗവൺമെന്റ് ജോലിക്കാർക്ക് അത് വേണം, വൈദികർക്ക് അത് വേണം, ശുശ്രൂഷക്കാർക്ക് അത് വേണം, എനിക്കത് വേണം, ഈ ആലയത്തിന് അത് വേണം. ഇതെല്ലാം 2 കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കുമോ? ഇത് ഉയർത്തിപ്പിടിക്കുമ്പോൾ, കരങ്ങൾ ഉയർത്തുമ്പോൾ, പ്രിയരെ, നാബോത്തിന്റെ മുന്തിരിത്തോട്ടം വെട്ടാൻ എന്നാ ശുഷ്കാന്തിയാ, അയാളെ പ്രമുഖ സ്ഥാനത്തിരുത്തി കല്ലെറിയാൻ എന്നാ ഒരു തീക്ഷ്ണതയാ. ഒരാളെ രക്ഷപ്പെടുത്താനുള്ള തീക്ഷ്ണതയല്ല, ഒരാളെ ഇല്ലാതാക്കാൻ. നമ്മൾ പ്രാർത്ഥിച്ച്, നമ്മളെ ഇല്ലാതാക്കുന്നവരെ നമുക്ക് ഇല്ലാതാക്കാനൊന്നും പറ്റത്തില്ല, പക്ഷെ നമ്മൾ ദൈവത്തിന്റെ സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റും. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത്, മനസ്സുകൊണ്ട് ഏൽപ്പിച്ചു കൊടുത്ത്, അധരങ്ങളെ തുറന്ന് ശബ്ദമുയർത്തി
സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഞങ്ങൾ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങളടിച്ചൊന്ന് പാടാം, കരമടിച്ചൊന്ന് പാടാം. നന്മയൊന്നും വരികയില്ല, എല്ലാം നന്മയായി തീർന്നിടുമേ. പാടുമോ? തിന്മയൊന്നും വരികയില്ല, എല്ലാം നന്മയായി തീർന്നിടുമേ. ബാധയൊന്നും അടുക്കയില്ല, എൻ്റെ ഭവനത്തിൽ ദൈവമുണ്ടെന്നും. ആയിരങ്ങൾ വീണാലും 10,000 വീണാലും വലയമായി നിന്നെന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുണ്ടരുകിൽ. പ്രിയരെ, ഇത് നിങ്ങൾ കുറച്ചെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഇതെപ്പോഴും വിലയുള്ളതാകട്ടോ. നാബോത്തിനൊരു മുന്തിരിത്തോട്ടം ഉണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലെ ചില നന്മകളെ വെട്ടിക്കളഞ്ഞ് അതിനെ ഇല്ലാതാക്കാൻ നോക്കുന്ന ആഹാബും ജസബലും ഒക്കെ ഇന്നും ഉണ്ട് അവിടെ ഇവിടെയൊക്കെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? തീരുമാനിച്ചേ, ഇന്നു മുതൽ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ എന്നെയും എനിക്കുള്ളതിനെയും നിന്റെ സുരക്ഷിത കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ച് തന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറയണം. എന്നും മനസ്സ് വിചാരിച്ച പോരാ, അത് പറഞ്ഞു പ്രാർത്ഥിക്കണം. അപ്പോൾ എന്നും അതൊരു അനുഗ്രഹമായി അത് നിലകൊള്ളും. ഇല്ലെങ്കിലുണ്ടല്ല, അതിന് വാളെടുത്തവരും വാക്കത്തി എടുത്തവരും അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. വലിയ പ്ലാൻ ഉണ്ടാക്കുന്നവരുണ്ട്. പ്രാർത്ഥിക്കുന്നു. ഇരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇനി ഈ വാക്യം എല്ലാവരും ശ്രദ്ധിക്കുമ്പോൾ കേൾക്ക്. ഇത് വാക്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. അടുത്ത ഭാഗം ഒന്ന് വായിക്കുകയാണ്. 10ാമത്തെ വാക്യം. അവനെതിരായി 2 നീചന്മാരെ കൊണ്ടുവരുവിൻ. രാജാവ് പറയുകയാണ്, അവനെതിരെ 2 പേരെ ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഒന്നും അറിയാത്ത പോലെ കൊണ്ടുവരുവിൻ. നാബോത്ത് ദൈവത്തിനും രാജാവിനുമെതിരായി ദൂഷണം പറഞ്ഞു എന്ന് അവർ കള്ളസാക്ഷ്യം പറയട്ടെ. അടുത്തത്, അപ്പോൾ അവനെ പുറത്തു കൊണ്ടുപോയി. പിന്നെ ആലോചനയൊന്നുമില്ല, പുറത്തു കൊണ്ടുപോവുക, കല്ലെറിഞ്ഞ് കൊല്ലുക. ഇനി 11ാമത്തെ വാക്യം. പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരും പ്രഭുക്കന്മാരും ജസബൽ എഴുതിയതുപോലെ പ്രവർത്തിച്ചു. രാജാവിൻ്റെ ഭാര്യ പ്ലാൻ ചെയ്ത പോലെ പ്രവർത്തിച്ചു. അവർ ചെയ്തു. ഒരു ദ്രോഹവും ചെയ്യാത്ത ഒരുത്തനെ കൊന്നുകളഞ്ഞു. ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ, ഒരു രാഷ്ട്രീയവും കളിക്കാത്ത ഒരുത്തനെ, ഒരു സാധാരണ പോലെ ജീവിച്ചൊരു നല്ല മനുഷ്യനെ ചുമ്മാ കൊന്നല്ല, എറിഞ്ഞു കൊന്നു, കല്ലെറിഞ്ഞു കൊന്നു. വായിക്ക്. അവർ ഉപവാസം പ്രഖ്യാപിച്ചു, ജനത്തെ വിളിച്ചുകൂട്ടി, നാബോത്തിനെ പ്രധാന സ്ഥാനത്തിരുത്തി. 13ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. നീചന്മാർ ഇരുവരും അവനെതിരെ ഇരുന്നു. അവൻ ദൈവദൂഷണവും രാജദൂഷണവും പറഞ്ഞു എന്ന് അവർ ജനത്തിന്റെ മുൻപിൽ നാബോത്തിനെതിരായി കുറ്റമാരോപിച്ചു. അവർ അവനെ പട്ടണത്തിന്റെ പുറത്ത് കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നു. ഒരാളെ ഇല്ലാതാക്കാൻ പ്ലാൻ ഉണ്ടാക്കിയത് ആരെന്നറിയോ? ഒരാളുടെ ഭാര്യ, ഒരു സ്ത്രീ ഒരു ദുഷ്ട പ്ലാൻ ഉണ്ടാക്കി തകർത്ത് കളഞ്ഞു, കൊന്നു കളഞ്ഞു. ഇനി അടുത്ത് ശ്രദ്ധിക്കണം. നമ്മൾ വിചാരിക്കും ഇതൊന്നും ആരും കാണുന്നില്ലെന്ന്. ആരും കാണുന്നില്ലേലും നമ്മളെ കാണുന്നൊരു ദൈവമുണ്ട്. എവിടെ ഏത് ഇരുട്ട് റൂമിലിരുന്ന് കരഞ്ഞാലും, എത്ര ഒളിച്ചിരുന്ന് കരഞ്ഞാലും, നമ്മുടെ മനസ്സ് വേദനിക്കുന്നത് സ്വർഗം അറിയുന്നുണ്ട്. അടുത്ത ഭാഗം എല്ലാവരും കേൾക്കണം, വായിക്കണേ. നാബോത്തിനെ കല്ലെറിഞ്ഞു കൊന്ന വിവരം ജസബലിനെ അറിയിച്ചു. ഇവിടെ രാജാവിൻ്റെ ഭാര്യയെ അറിയിക്കുവാണ്, പുള്ളിനെ ഞങ്ങൾ എറിഞ്ഞു കൊന്നു കേട്ടോ, പുള്ളി മരിച്ചുപോയി എന്ന് അറിയിച്ചു. അത് കേട്ട ഉടനെ ജസബൽ ആഹാബിനോട് പറഞ്ഞു, രാജാവിനോട് പറഞ്ഞു, എഴുന്നേൽക്കുക, വേഗം എഴുന്നേക്ക്. ജസ്രയേൽക്കാരനായ നാബോത്ത് വിലയ്ക്ക് തരാൻ വിസമ്മതിച്ച മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്തിക്കോ. നാബോത്ത് ചത്തുപോയി, ജീവിച്ചിരിപ്പില്ല, അവൻ മരിച്ചുപോയി.
നാബോത്ത് മരിച്ച വിവരം അറിഞ്ഞപ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിക്കാനല്ല പോയത്. അത് കേട്ടപ്പോൾ ആഹാബ് എഴുന്നേറ്റ് ആ മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്താൻ ഓടി. എന്തോ ഒരാളെ തകർന്ന് നോക്ക്, ഒരാളുടെ കുറച്ച് ഭൂമി കൈവശമാക്കാൻ എന്തെല്ലാം കാര്യമാണ് ചെയ്തു കൂട്ടിയെ. ഇന്നും ശ്രദ്ധിച്ചോണം, ജസബലും പിന്നെ ആരാ ആഹാബും ഒക്കെ ഇന്നും പല രൂപത്തിലും പല മനുഷ്യരുടെയും രൂപത്തിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇനി അടുത്ത ഭാഗം ശ്രദ്ധിക്കണം, 17-ാമത്തെ വാക്യം ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് നമ്മളിപ്പോൾ ഓർക്കില്ലേ, നമ്മൾ അയാളെ ഉപദ്രവിച്ചത് ആരും അറിഞ്ഞിട്ടില്ല. ആരും അറിഞ്ഞിട്ടില്ലായിരിക്കും, നമ്മളാ ചെയ്തത് ആരും അറിഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ കാണുന്നില്ലേലും ഇതെല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ കണ്ണുകളെക്കുറിച്ച് പറയുന്നത് 1000 സൂര്യൻ്റെ ശോഭയേക്കാൾ വലുതെന്നാണ് ദൈവത്തിൻ്റെ. അത് മൂടിക്കെട്ടാൻ പറ്റത്തില്ലെന്നേ. മനുഷ്യൻ്റെ കണ്ണ് മൂടിക്കെട്ടാം, പല നുണകളും പറഞ്ഞ് പലരെയും പറ്റിക്കാം, പക്ഷെ ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. അടുത്ത ഭാഗം വായിക്കുകയാണ്. തിശ്ബ്യനായ ഏലിയായോട് കർത്താവ് അരുൾ ചെയ്തു. ആരും പാര വച്ചതല്ല കർത്താവിനോട്, കർത്താവെ ഒരുത്തൻ ഇങ്ങനെ ഒരു ദോഷം ചെയ്തിട്ടുണ്ട് കേട്ടെന്നല്ല. കർത്താവ് തിശ്ബ്യനായ ഏലിയ പ്രവാചകനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, നീ ചെന്ന് സമരിയായിലുള്ള ഇസ്രായേൽ രാജാവ് ആഹാബിനെ കാണുക. നീ ചെന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആഹാബിനെ ഒന്ന് കാണണം. അവൻ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്താൻ എത്തിയിരിക്കുന്നു. അപ്പൊ ഇത് ആരറിഞ്ഞു? ഈ കൈവശപ്പെടുത്തിയത് ദൈവം അറിഞ്ഞു. ഇതെങ്ങനെയാ ദൈവം അറിഞ്ഞേ? നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ദൈവത്തിനറിയാം. നമ്മുടെ ശരീരം, മുഖമൊക്കെ എല്ലാവർക്കും കാണാം. മനസ്സ് കാണുന്നൊരു ദൈവമുണ്ട്. അതിനകത്ത് ചതി ഉണ്ടേൽ ദൈവത്തിനതറിയും. ചതിയുള്ള മനസ്സ്. ഇപ്പം ഏലിയായെ പറഞ്ഞു വിട്ടു, നീ ചെന്ന് ആ രാജാവിനെ കാണ്, അവനോട് പറ, ആ മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്തിയത് ശരിയായില്ല, നീ അവനോട് പറയണം. കർത്താവ് ചോദിക്കുന്നു, നീ അവനെ കൊലപ്പെടുത്തി അവന്റെ വസ്തു കൈയേറി. നീ ഇഷ്ടംപോലെ ഭൂമി നിനക്കുണ്ടല്ലോ, ഈ രാജ്യം മുഴുവൻ നിൻ്റെതാ. അയാളുടെ ഈ 2 ഏക്കർ ഭൂമി നീ കൈവശപ്പെടുത്തിയല്ലേ. ആരുടെ ഒന്നും പിടിച്ചു മറിച്ച് മേടിക്കരുത് കേട്ടോ. ആരുടെ ഒന്നും നമുക്ക് കണ്ണുനീരോടുകൂടി ഒന്നും പിടിച്ചു പറിച്ചത് നമുക്ക് വേണ്ട. നമുക്കില്ലാത്തതൊന്നും നമുക്ക് വേണ്ട. അത് പണമായാലും മണ്ണായാലും മനുഷ്യനായാലും നമുക്കുള്ളതല്ലേ, അത് വേണ്ട. എനിക്കുള്ളത് എനിക്ക് മതി. നമുക്കുള്ളത്, നല്ല ദൈവം തരാൻ ആഗ്രഹിച്ചുള്ളതൊക്കെയും മതി. അല്ലാത്തതൊന്നും നമ്മുടെ കയ്യിൽ നിലനിൽക്കത്തില്ല. അത് കയ്യിൽ നിന്ന് നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ ഓർക്കില്ലേ, ഇന്നൊന്നും അങ്ങനെയില്ലെന്ന്. ഒരു കുട്ടി ഇവിടുന്ന് പഠിക്കാൻ പോയി, ഹോസ്റ്റലിൽ നിൽക്കുക. അപ്പോൾ ആ ഹോസ്റ്റലിനകത്ത് 5 കൂട്ടുകാർ കൂടെയുണ്ട്. ഇച്ചിരി വലിയ റൂമാണ്. ഈ വ്യക്തി ഇച്ചിരി ദൈവവിശ്വാസിയും പ്രാർത്ഥനയൊക്കെ ഉള്ള ആളാണ്. അവസാനം ഇവർ ചെയ്തത്, ഈ 4 പേരും ഇവരില്ലാത്തപ്പോൾ ഇവൻ്റെ ബാഗും പുസ്തകവും ഡ്രസ്സും ചെരുപ്പും എടുത്ത് കത്തിച്ചു. ഒരിക്കലും ആ മുറിക്കകത്ത് ഇവർ താമസിക്കത്തില്ല. അവസാനം മാനസികത്തിന് മരുന്ന് കഴിക്കേണ്ട നിലയിലായപ്പോൾ, ഡിപ്രഷൻ വന്നപ്പം മാതാപിതാക്കൾ പോയി കൂട്ടിക്കൊണ്ടു വന്ന് ഇപ്പം വേറെന്തോ പഠിക്കുക. കൂടെയുള്ള മുറിയിൽ താമസിക്കുന്ന ഒരുത്തനെ രക്ഷപ്പെടാൻ പഠിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. അവൻ്റെ പുസ്തകം എടുത്ത് കത്തിക്കുക, അവൻ്റെ ചെരുപ്പെടുത്ത് കത്തിക്കുക, അവൻ്റെ ഫോണ് ഹാക്ക് ചെയ്യുക, എന്തെല്ലാം കാര്യം. അവനാകെ ഡിപ്രഷനായി. അവൻ്റെ മാതാപിതാക്കൾ അവനെ കൊണ്ടുവന്നു. ഒരാളുടെ നന്മയെ തകർക്കാൻ നോക്കുന്നവർ ഇന്നുമുണ്ട്. പഠിക്കുന്ന ഹോസ്റ്റലിലുണ്ട്, കോളേജിലുണ്ട്, നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തുണ്ട്. ഇവിടെ നമ്മൾ ഈ പ്രാർത്ഥന ഭയങ്കര വിലയുള്ള പ്രാർത്ഥനയാണ്. ദൈവമേ, നിൻ്റെ സുരക്ഷിത കരങ്ങളിൽ എന്നെ തരുന്നു. ഇത് ദൈവം കണ്ടു. എന്നിട്ടോ ദൈവം ചോദിച്ചു, നീ അത് കൈവശപ്പെടുത്തിയോ? അത് കൈമാറി? അത് കൈയെടുത്തോ? അത് കൈയേറിയോ? അവനോട് വീണ്ടും പറയുക. അടുത്ത ഭാഗം ശ്രദ്ധിക്കണം. ഇങ്ങനെയാ പറഞ്ഞത്. ഏലിയായോട് പറഞ്ഞു, നാബോത്തിന്റെ രക്തം നായ്ക്കൾ നക്കി കുടിച്ചു. കല്ലെറിഞ്ഞാ കൊന്നത്. അങ്ങോട്ട് മാറ്റിയിട്ട് കോഴിയെ കൊല്ലുന്ന പോലെ ഒരു മനുഷ്യനെ എറിഞ്ഞു കൊന്നപ്പോൾ അയാളുടെ മേത്തുകൊണ്ട് കല്ലുകൊണ്ട് രക്തം വാർന്നൊഴിഞ്ഞപ്പോൾ പോയപ്പോൾ ആ രക്തം നായ്ക്കൾ നക്കി കുടിച്ചു. ഈ നായ്ക്കൾ നക്കി കുടിച്ച വിവരം സ്വർഗത്തിലെ ദൈവം അറിഞ്ഞു.
നായ്ക്കൾ നക്കിക്കുടിച്ചവർ അറിഞ്ഞിട്ട് ദൈവം പ്രവാചകനെ വിട്ട് പറയുക, ഒന്നുമല്ലാത്ത ഒരു തെറ്റും ചെയ്യാത്ത നാബോത്തിന്റെ രക്തം നായ്ക്കൾ നക്കിക്കുടിച്ച സ്ഥലത്ത് തന്നെ നിന്റെ രക്തവും നായ്ക്കൾ നക്കിക്കുടിക്കും. നിനക്കിനി വിജയിക്കാൻ പറ്റത്തില്ല, നിനക്കിനി സക്സസ് ആകാൻ പറ്റത്തില്ല. നിന്റെ തകർച്ചകളുടെ ദിവസം ആരംഭിച്ചിരിക്കുന്നു. നക്കിക്കുടിക്കും. ആഹാബ് ഏലിയായോട് ചോദിച്ചു, എന്റെ ശത്രുവായ നീ എന്നെ കണ്ടെത്തിയോ? നീ എന്നെ കണ്ടെത്തിയോ? അവൻ പ്രതിവചിച്ചു, അതെ, ഞാൻ നിന്നെ കണ്ടെത്തി. കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിക്കാൻ നീ നിന്നെ തന്നെ. 21-ാമത്തെ വാക്യം, ഇതാ ഞാൻ നിനക്ക് നാശം വരുത്തും, ഞാൻ നിന്നെ നിർമാർജനം ചെയ്യും, നിന്നെ ഞാൻ ഇല്ലാതാക്കും. ദൈവം പറയുക, നീ ചെയ്തത് ഒട്ടും ശരിയല്ല, ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരാളുടെ, നമ്മൾ എപ്പോഴെല്ലാവരോടും പറയട്ടെ, വലിയ ഭക്തിക്കാരനൊന്നും ആകാൻ പറ്റിയില്ലേലും, വലിയ പ്രാർത്ഥനക്കാരനൊന്നും ആയില്ലേലും, വലിയ സംഭവമൊന്നും ആയില്ലേലും, ഒരാൾ പറഞ്ഞതുപോലെ മരിച്ചവരെ ഉയർപ്പിക്കാനൊന്നും കഴിഞ്ഞില്ലേലും ജീവിച്ചിരിക്കുന്ന ആരെയും കൊല്ലാതിരുന്നാൽ മതി. അതും വലിയ കാര്യം തന്നെയാണ്. ജീവിച്ചിരിക്കുന്ന ആരെയും കൊല്ലാതിരിക്കുക വാക്കുകൊണ്ട് പോലും, അതും അത്ഭുതമാണ്. ലാസറിനെ ഉയർപ്പിക്കാൻ സാധിച്ചതുപോലെ മരിച്ചവരെ ഉയർപ്പിക്കാനും നമുക്ക് പറ്റിയില്ലായിരിക്കാം, വലിയ വലിയ കാര്യമൊന്നും ചെയ്യാൻ നമുക്ക് പറ്റിയില്ലായിരിക്കാം. പക്ഷെ ജീവിച്ചിരിക്കുന്ന ഒരാളെ ഇല്ലാതാക്കരുത്. ഇവിടെ എഴുതിയിരിക്കുവാണ്, ദൈവം പറഞ്ഞു വിട്ടു, നാബോത്തിൻ്റെ രക്തം നായ്ക്കൾ നക്കിക്കുടിച്ചു, അതേ സ്ഥലത്ത് നിന്റെ രക്തവും നായ്ക്കൾ നക്കിക്കുടിക്കും. നിന്നെ ഞാൻ നിർമാർജനം ചെയ്യും. ഒന്നുമല്ലാതായിപ്പോയി. ആവശ്യമില്ലാത്തൊരു കാര്യത്തിനും പോകരുത്. ഒരാളെ തകർക്കുന്നതും ചെയ്യരുത്. ഒരാളെ ഇല്ലാതാക്കുന്ന ഒന്നും നമുക്ക് വേണ്ട. അതെല്ലാം നമ്മളെ നാളെ ഒരു സമയത്ത് നമ്മളെ ഒന്നും അല്ലാതാക്കി മാറ്റും. നിഷ്കളങ്കൻ്റെ കണ്ണുനീരും നിഷ്കളങ്കൻ്റെ രക്തവും വീഴ്ത്തരുത്. ഈ മനുഷ്യൻ എന്നാ തെറ്റാ ചെയ്തത്? നാബോത്ത് ഇയാളോട് എന്നാ തെറ്റാ ചെയ്തത്? 2 ഏക്കർ 3 ഏക്കറോ 4 ഏക്കറോ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചതാണോ? എന്ത് തെറ്റാ ചെയ്തത്? ഒരു തെറ്റും ചെയ്യാത്ത ഒരാൾ, അത് അയൽവാസി ആയിക്കോട്ടെ, പ്രാർത്ഥനക്കാരനാകട്ടെ, പള്ളിയിലച്ഛനായിക്കൊള്ളട്ടെ, രാഷ്ട്രീയക്കാരനാകട്ടെ, ഞാനാകട്ടെ, ഭിക്ഷക്കാരനാകട്ടെ, ഒന്നും അല്ലാത്ത ഒരാളാകട്ടെ, മറ്റു മതത്തിൽപ്പെട്ട ഒരാളാകട്ടെ, ഒരു തെറ്റും ചെയ്യാത്തവനെ തകർക്കാനും ചതിക്കാനും വഞ്ചിക്കാനും പോകരുത്. ഒന്നും കഴിഞ്ഞില്ലേലും ആരെയും തകർത്തേക്കല്ല് കേട്ടോ, ആരെയും ചതിച്ചേക്കല്ല്. ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യൻ വേദനിക്കുന്നൊരു വാക്കാണ്, എന്നെ അയാൾ ചതിച്ചോ, എന്നെ അയാൾ ചതിച്ചു. ചതി ഭയങ്കര കൂടുതലാണ്. ആരാരെയാ ചതിക്കുന്നത് പറയാൻ പറ്റില്ല. സന്തോഷത്തോടെ നല്ല മനസ്സോടെ ഒരാളോട് തുറന്നു പറയാൻ പറ്റുമോ? അയാൾ അപ്പുറത്ത് പോയി കൊളുത്തും, എന്നിട്ട് ഒന്നും അറിയാത്ത കാര്യങ്ങൾ നാട്ടി മുഴുവൻ പരത്തും. ഒരാളോട് തുറന്ന് സംസാരിക്കാൻ പോലും പേടിക്കുന്ന ലോകത്താ ജീവിച്ചിരിക്കുന്നേ. എവിടെയാ ചതി, ആരാ ചതിക്കുന്നതെന്ന് അറിയത്തില്ല. നമ്മൾ ഇന്ന് നന്നായി ഒന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ, നമുക്ക് ആരുടെയും നാവും ആരുടെയും സൂചി നൂലുകൊണ്ട് തുന്നിക്കെട്ടി വെക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, ദൈവമേ, നിന്റെ സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. ഒരു ആഹാബിനും വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ പറ്റും. ഒരു ജസബലിന്റെയും പ്ലാൻ വിജയിക്കത്തില്ല, ഒരു ദുഷ്ടന്റെയും പദ്ധതികൾ വിജയിക്കത്തില്ല. കാരണം ഞാൻ ഇരിക്കുന്നത് ദൈവത്തിന്റെ കരങ്ങളിൽ അകത്താണ്. വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ആ ഉറപ്പോടെ നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നവരും രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരും ശുശ്രൂഷക്കാരും എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. ഇതേതർത്ഥത്തിൽ നിങ്ങൾ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇതാരെയും തകർക്കാനുള്ളത് ഞാൻ പ്രസംഗിച്ചിട്ടില്ല. പക്ഷേ ഇതൊരു അനുഗ്രഹമായി, ഇതൊരു ബോധ്യം നല്ലതാ. ചില ആഹാബുമാർ ഇന്നും ഉണ്ട്, ചില ജസബുമാർ ഇന്ന് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇയാളെ എങ്ങനെ വെട്ടി വീഴ്ത്താം, ഇയാളെ എങ്ങനെ ഇല്ലാതാക്കാം, പുള്ളീനെ എങ്ങനെ കരയിപ്പിക്കാം, പുള്ളീനെ. നമ്മുടെ തകർച്ച ആഗ്രഹിക്കുന്നവരുണ്ട്, ദുഷ്ട മനസ്സുള്ളവരുണ്ട്. ശ്രദ്ധിച്ചേ, നമ്മളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. ഈ വചനം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോ? എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഈ വചനമൊക്കെ വീട്ടിൽ പോയിട്ടൊന്ന് സമയം കിട്ടുന്ന പോലൊക്കെ ഒന്ന് വായിക്കണം കേട്ടോ. ഇത് ഉപകാരപ്പെടും. നല്ലൊരു മുന്തിരിത്തോട്ടം അവിടെ ഒന്നും ഇല്ലായിരുന്നപ്പോൾ ഈ പുള്ളിക്ക് അത് വേണ്ടായിരുന്നു. ഇച്ചിരി മുന്തിരിയൊക്കെ ആയി കായൊക്കെ തുടങ്ങാറായപ്പോൾ പുള്ളിക്കിപ്പോൾ അത് വെട്ടണം പോലും, ആ കല്യാണം മുടക്കണം പോലും, ആ സ്ഥലക്കച്ചവടം ഇപ്പം മുടക്കണം പോലും, ആ കൊച്ചിൻ്റെ കുടുംബജീവിതം ഇപ്പം തകർക്കണം പോലും. എന്തോ ഒരു പ്ലാനാ. ഒരു കാര്യം ഓർക്കണം, ഒരാളുടെയും കണ്ണുനീര് നമുക്ക് വേണ്ട. ഈ ആലയത്തിൽ നിങ്ങളുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയല്ലേ. ഒരു കാര്യം പറയട്ടെ, ഞാൻ രക്ഷപ്പെടാൻ നിങ്ങൾ എനിക്ക് 5 കോടി രൂപ വച്ചൊന്നും തരണ്ട.
നിങ്ങൾ മനസ്സുകൊണ്ട് അവിടെ ഇരുന്ന് ഈ മനുഷ്യന് നല്ലത് വരണേന്ന് ചുമ്മാ ആഗ്രഹിച്ചാൽ മതി, ഞാൻ രക്ഷപ്പെട്ടു പോകും. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും 5000 രൂപ വെച്ചോ 50 രൂപ വെച്ചോ പുള്ളി പാവമല്ലേ പുള്ളിക്ക് കൊടുത്തേക്കാന്ന് വിചാരിച്ചാൽ രക്ഷപ്പെടണമെന്നില്ല. പക്ഷെ നിങ്ങൾ ആ ഇരിക്കുന്ന ഈ മനുഷ്യൻ നന്നായിട്ട് ജീവിക്കട്ടെ, ഈ മനുഷ്യന് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് സ്നേഹത്തോടെ അവിടെ ഇരുന്നൊന്ന് ആഗ്രഹിച്ചാൽ മതി, അതെനിക്കൊരു അനുഗ്രഹമാണ്. അങ്ങനെ നിങ്ങൾക്കും ഞങ്ങളിവിടെ ഇരുന്ന ശുശ്രൂഷക്കാർ ഈ ജനത്തിന് നന്മ വരണമെന്ന് മനസ്സുകൊണ്ട് അസൂയയില്ലാതെ ആഗ്രഹിച്ചാൽ അത് നിങ്ങൾക്ക് നന്മയായിട്ട് വരും, അത് നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് വരും. നമുക്ക് ഒരു ലോഡ് പൈസ തരുമ്പോഴല്ല നമ്മൾ സമ്പന്നരാകുന്നത്. ഒരു മനുഷ്യൻ മനസ്സുകൊണ്ട് ദൈവനാമത്തിൽ നിന്നെ അനുഗ്രഹിച്ചാൽ അത് മതി നീ രക്ഷപ്പെടാൻ, അത് മതി ഒരു പുതിയ വാതിൽ ദൈവം നിനക്ക് തുറന്ന് നീ കയറിപ്പോകാൻ. ഹല്ലേലൂയ. ഒന്നിരിക്കുന്ന സ്ഥലത്തിരുന്ന് കണ്ണുകളെ അടച്ചേ. ഇന്ന് എവിടെയും ആകട്ടെ എന്തു ആകട്ടെ, ഒരിക്കലും ഒരാൾ പറഞ്ഞു, അച്ചോ എൻ്റെ ഭർത്താവ് ഒരു ബിസിനസ്സുകാരനാ, പക്ഷേ ഇപ്പോൾ പുള്ളിക്ക് ഭയങ്കര കുടിയാണ്, പുള്ളി ബോധമില്ലാതെ വണ്ടി ഓടിച്ച് ഇങ്ങനെ ചിലപ്പോൾ അത് ഇടിപ്പിച്ചും ഒക്കെയാ കൊണ്ടിരുന്നേ. അയ്യോ എന്നാ പറ്റി പുള്ളി ഇത്രയും കുടിക്കാൻ കാരണം? അപ്പോൾ പറയുവാണ്, കുറച്ച് കൂട്ടുകാരിപ്പോൾ പുള്ളിയുടെ കൂടെ കൂടിയിരിക്കുക, 12 മണി കഴിഞ്ഞേ വരത്തുള്ളൂ. പണ്ട് 9 മണിക്ക് കടയടച്ച് വീട്ടിൽ വരുന്ന ആളാണ്. അതിനപ്പുറത്ത് മാറിയിരുന്ന് പുള്ളി കുടിക്കലാണ്. കുറച്ച് പേരും കൂടിയിട്ടുണ്ട്. കൂടിയവർക്കൊന്നും നല്ല ഉദ്ദേശമല്ല, നല്ല ഉദ്ദേശത്തോടെ അല്ല നിൻ്റെ ഗ്ലാസ്സിനകത്ത് കള്ളൊഴിച്ച് തന്ന് നിന്നെ കുടിപ്പിക്കുന്നത്, സ്നേഹം കൊണ്ടല്ല. എവിടെയോ ഒരു ദുഷ്ടമനസ്സ്. കള്ള് കൊടുത്തൊന്നും ആരെയും ചിരിപ്പിക്കേണ്ട കേട്ടോ, മദ്യം ഒഴിച്ചു കൊടുത്ത് ആരെയും ചിരിപ്പിക്കേണ്ട, സന്തോഷിപ്പിക്കേണ്ട. വലിയ കാര്യമൊന്നുമില്ല, വലിയ ഗുണമില്ല. ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചേ, കർത്താവേ ഞങ്ങൾക്കൊരു നല്ല സംരക്ഷണം തരണമെന്ന് പ്രാർത്ഥിച്ചേ. ഇന്ന് നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ, ഇന്ന് നിങ്ങൾക്കൊരു വിടുതലാകട്ടെ, ഇത് നിങ്ങൾക്കൊരു ബോധ്യമാകട്ടെ. ആരെയും തോൽപ്പിക്കാനുള്ളതൊന്നും അല്ല കേട്ടോ പ്രസംഗിച്ചത്, എല്ലാവരെയും ശത്രുക്കളായി കാണാനൊന്നുമല്ല കേട്ടോ പ്രസംഗിച്ചത്. ചില കാര്യങ്ങൾ ഇത് എനിക്കും ബാധകമാണ്, ഇത് നമുക്കും ആവശ്യമാണ്. ചിലർക്കൊക്കെ നമ്മൾ ചിന്തിക്കാത്ത പ്ലാനാണ്. ജസബലിൻ്റെ ബുദ്ധിക്കകത്ത് ഇത്രയും വലിയ ബുദ്ധി ഉണ്ടാകുമെന്ന് ചിന്തിച്ചു ആരെങ്കിലും? ഒരിക്കലും നാബോത്ത് വിചാരിച്ചില്ല ഇങ്ങനത്തെ ചിന്തകൾ എന്നെ തകർക്കുമെന്ന്. പ്രമുഖ സ്ഥാനത്തിരുത്തിയപ്പോൾ ഇവരെന്നെ ബഹുമാനിക്കുവാന്ന കരുതിയെ അല്ല, കഴുത്തിന് കത്തി വെക്കാനുള്ള പ്ലാനായിരുന്നു പിന്നീട് അറിഞ്ഞത്. കല്ലെറിയാനുള്ള പ്ലാനാന്ന്. പ്രിയപ്പെട്ടവരെല്ലാം കാണുന്നൊരു ദൈവമുണ്ട്, എന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് ദൈവത്തിന്റെ സ്നേഹം ഇന്ന് അനുഭവിക്കണം, ദൈവത്തിന്റെ സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാവരും ശ്രദ്ധിച്ചേ. നമ്മുടെ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് പറയുന്നത്, ഈ അടുത്ത മാസം 5-ാം തീയതി തൊട്ട് പിള്ളേരുടെ പരീക്ഷയൊക്കെ തുടങ്ങുക. ഇവിടെ എത്ര പിള്ളേരാണ് വന്നത്? പിള്ളേർ പരീക്ഷയ്ക്ക് പേടിയാ, പഠിക്കാൻ പറ്റുന്നില്ല, ചില വിഷയം ഒട്ടും പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഈ സൗജനച്ചൻ്റെ നേതൃത്വത്തിൽ ഈ 3-ാം തീയതി മുതൽ, ഈ മാസം അല്ല അടുത്ത മാസം 3-ാം തീയതി മുതൽ വൈകുന്നേരം 7 മണിക്ക് ഈ മാസം പിള്ളേരുടെ പരീക്ഷ കഴിയുന്നവരെ പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ വരുമൊന്നും വേണ്ട, നിങ്ങളുടെ വീടുകളിൽ 7 മണിക്ക് ഒരു പ്രാർത്ഥന, ഒരു 10 മിനിറ്റ്, ഏറ്റവും കൂടിപ്പോയാൽ 7 മിനിറ്റ് അല്ലെ 8 മിനിറ്റ് പ്രാർത്ഥനയുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കുക. എന്തിനാ? ഒരു ഉദ്ദേശത്തോടെയാണ്. നമ്മുടെ പിള്ളേർ രക്ഷപ്പെടണം. അതിനുവേണ്ടി അച്ഛൻ പറഞ്ഞൊരു കാര്യം, നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി പ്രാർത്ഥിക്കാമെന്നാണ്. അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം ഈ 3-ാം തീയതി, മാർച്ച് മാസം 3-ാം തീയതി മുതൽ ഞങ്ങൾ ഒഴിവാക്കി, ആ മാസം തീരുന്നവരെ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. നിങ്ങളൊന്നും ചെയ്യേണ്ട, ഇതൊരു അറിയിപ്പായി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അത് യൂട്യൂബിലൂടെ നിങ്ങൾക്ക് എല്ലാ ദിവസവും 5-7 മിനിറ്റ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് അവർക്ക് അനുഗ്രഹമാകട്ടെ. ഈ കരമുയർത്തിപ്പിടിച്ച യേശുവിൻ്റെ കരങ്ങൾക്ക് താഴെ നിന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു സാക്ഷ്യം പറയണം. കാരണം എന്നറിയാമോ? നിങ്ങളുടെ മക്കൾ രക്ഷപ്പെടണം, അതെല്ലാവർക്കും അനുഗ്രഹമാണ്. ഒരാളും തകർന്നു പോകല്ല്, ഒരാളും തെറ്റായൊരു സ്നേഹബന്ധത്തിൽ പോയി ഭാവിയും ജീവിതവും തകർന്നു പോകല്ല്. നിങ്ങൾ മാതാപിതാക്കളുടെ ഭാഗ്യം എന്നാണെന്നറിയോ? മക്കൾക്കുണ്ടാകുന്ന നന്മ, ഐശ്വര്യം
മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റണം. നിങ്ങൾക്ക് അവർ ആ നാട്ടിൽ ജീവിക്കുന്നത്, വീട് മേടിക്കുന്നത്, കുടുംബമായി സന്തോഷത്തോടെ ഇരിക്കുന്നത് അപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റണം. നിങ്ങൾ പ്രാർത്ഥിക്കാൻ നടക്കും, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നടക്കും, അനുഗ്രഹമായി അത് വെളിപ്പെടും. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. ഇതെല്ലാം ചില അനുഗ്രഹമാണ്. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചേ. മക്കളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ട്, മക്കളെ വളർത്താൻ ബുദ്ധിമുട്ടുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മക്കളെ കൊണ്ട് ദൈവ ശുശ്രൂഷ ചെയ്യിപ്പിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവ ശുശ്രൂഷകരാകണം. ഈ ആയുസ്സിൽ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, മർത്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം മരണമുള്ളവൻ എന്നും കൂടിയാണ്. ആ മനുഷ്യായുസ്സിൽ ഗൗരവമുള്ളൊരു കാര്യമാണ്, ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ദൈവത്തെ കൊടുക്കുക, ദൈവവചനത്തെ കൊടുക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അവധിയൊക്കെ കിട്ടുമ്പോൾ ഉണ്ടല്ലോ, ദൈവ ശുശ്രൂഷ ചെയ്യാൻ പഠിപ്പിക്കണം. ദൈവ ശുശ്രൂഷ ചെയ്യാൻ 50 വയസ്സാകുമ്പോൾ തുടങ്ങല്ല ദൈവ ശുശ്രൂഷ ചെയ്യേണ്ടത്. 75 വയസ്സായി എഴുന്നേറ്റ് നടക്കാൻ ആരോഗ്യമില്ലാതാകുമ്പോഴല്ല ദൈവ ശുശ്രൂഷ ചെയ്തേക്കാം എന്ന് ചിന്തിക്കുന്നത്. കുഞ്ഞുങ്ങൾ തുടങ്ങി, ചെറിയ പ്രായത്തിലുള്ളവർ തുടങ്ങി ദൈവ ശുശ്രൂഷ ചെയ്യുന്നവരാകട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ജീവിതമുണ്ടാകുന്നത്, ഭാവി ഉണ്ടാകുന്നത്, നല്ല സ്വഭാവത്തിൽ വളരുന്നത്, അവർക്ക് നല്ല മാർക്ക് കിട്ടുന്നത്, അവർ ദൈവത്തിന് നന്ദി പറയുന്നത്, അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുന്നത്, ജോലി കിട്ടുന്നത്, നല്ല ബന്ധമുണ്ടാകുന്നത്, ഇതൊക്കെ മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ ഭാഗ്യം ദൈവം തരട്ടെ. ഭാഗ്യം ദൈവം തരട്ടെ. ഭാഗ്യം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. മക്കളുടെ നന്മ കണ്ട് സന്തോഷിക്കാൻ ഭാഗ്യമുണ്ടാകും. ഒന്ന് പറഞ്ഞ്, മക്കളുടെ നന്മ കണ്ട് സന്തോഷിക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ. മക്കളുടെ അനുഗ്രഹം കണ്ട് സന്തോഷിക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ. അനുഗ്രഹയിലെ കൈ വിരിച്ച് പിടിച്ച് സ്നേഹത്തോടെ എന്നെ നോക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ താഴെ നിന്ന് എനിക്കൊരു സാക്ഷ്യം പറയാൻ ഒരു അവസരവും ഭാഗ്യവും തരണമേ. കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് എല്ലാ അധരങ്ങളും തുറന്ന് ഒന്ന് ശബ്ദം ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമോ? ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഹല്ലേലൂയ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുതുന്നവൻ, കാക്കുന്നവൻ, കരുണയുള്ളോ, കരുണയുള്ളോ, കൈവിടില്ലെന്നേ. ചേർന്ന് പാടുമോ? കരുതുന്നവൻ, കാക്കുന്നവൻ, കരുണയുള്ളോ, കൈവിടില്ലെന്നേ. അതുകൊണ്ട് പാടും, ഈ ദൈവം എന്റെ ദൈവം, ഈ താതൻ, ഈ താതൻ എന്റെ താതൻ. ഓഹോ, ഈ ദൈവം എന്റെ ദൈവം, ഈ താതൻ, ഈ താതൻ എന്റെ താതൻ, ഈ താതൻ എന്റെ